പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണ രീതി നോക്കിയോളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ശാപമായ ജോലി ചെയ്യുന്നത്, ശാപമായ ജോലി നിന്ന് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യുന്നത് അത് മാതൃകയല്ല, ചെയ്യുന്നത് തെറ്റാണ്. വിലയില്ലാണ്ട് നിന്ന് ചെയ്യരുതെന്ന് പറഞ്ഞുണ്ട്. അത് ശാപമായ ജോലി പോലെ ചെയ്യാൻ പാടില്ല. അത് സാക്രിഫൈസ് ചെയ്തത് പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് നടക്കണ ഫിഷറീസിലും റെയിൽവേസിലും അത് പണ്ട് തൊട്ട് കുറിച്ചിലൊക്കെ അടിച്ച് മരവിച്ചിരിക്കുകയാണ്. അവർ സ്വന്തം ഭാര്യയുടെ അനിയനെ കൊണ്ട് ട്രെയിനിൽ പടുപിടിയുടെ ഉപദേശം ചോദിച്ച് അവർ ലെവനേറ്റ രീതിയിലും 2020 കൊറോണ സമയത്തും റിട്ടയർ ആവുന്ന സമയത്ത് റെയിൽവേയിൽ നിന്ന് അങ്ങനെ ചെയ്തിട്ട് വീണ്ടും ഈ പടുപെട്ടികളായ ഡ്രഗ് അടിച്ച് കുടിച്ച് കുട്ടിക്കാഴ്ച നടക്കണവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം വിഡിത്തായിരിക്കും. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം, ഡിപ്പെൻഡ് ചെയ്ത് നടക്കണം. ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ തന്നെ പോലും ആരെൻ്റെ കള്ളൻ്റെ ഗ്ലാസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗരറ്റിൻ്റെ പാക്കറ്റ് കുട്ടിയുടെ പാക്കറ്റ് ഒന്നും തന്നിട്ടില്ല. ഹിന്ദി കുട്ടികളും കന്നഡ കാണ്ടുകളും മലയാളി കോഴിക്കോടുള്ള കുണ്ടന്മാരിത് പറയുമോ? ഇല്ല, അവരാരെയും കോപ്പി ചെയ്യാൻ പോകുമോ? അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്താ അർത്ഥം? വീണ്ടും പടുപെട്ടികളാവല്ലേ ചെയ്യണേ? ഇങ്ങനെയുള്ളവരെ അരന്നൂട്ടി വാങ്ങിപ്പിക്കുക, ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിപ്പിക്കണം ഭാര്യയുടെ അനിയനെ. അപ്പോൾ വീട്ടിലത്തെ 7ാമത് 3ാമത് 4ാമത് 2ാമത് ജനിച്ചത് ഇത് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ഒരു പടുപെട്ടികളുടെ മക്കളാണെങ്കിൽ അവർ പടുപെട്ടികൾ മൂത്തത് ഒരു സ്ഥലത്താണെങ്കിൽ അവരുടെ ആണുങ്ങളുടെ വീട്ടിൽ പലരും ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മൂത്തതുണ്ടാവും. പെണ്ണുങ്ങളുടെ വീട്ടിൽ അവരുടെ മൂത്തതും 7ാമത് 3ാമത് ജനിച്ചത് ടൈപ്പായിരിക്കും. ഇത് 2 ആണുങ്ങളുടെ വീട്ടിൽ മൂത്തത്, രണ്ടും ഒരു ലെവലിൽ ഉയരത്തിൽ നിൽക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ വീട്ടിലും ഉയരത്തിൽ മൂത്തതായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ 3ാമത് 2ാമത് 7ാമത് ജനിച്ചതില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ ജനിക്കണവരായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മൂട്ടിൽ നിന്ന് വിട്ടിട്ട് നിരങ്ങി നീക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാം, ഇങ്ങനെ നിങ്ങൾ ഹിജടകൾ പോലെയുള്ളവർ, മുണ്ടും ഷർട്ടിട്ട ഹിജടകൾ, ഇങ്ങനെയുള്ള ഹിജടകൾക്ക് ഭാര്യകളുണ്ട്. ഭാര്യമാരുള്ള ഈ ഹിജടകൾക്ക് ഭാര്യമാർക്ക് അപമാനം. ഇങ്ങനെയുള്ള ഹിജടകൾ, മുണ്ട് ഷർട്ടിട്ടുള്ള ഹിജടകളെ കുറ്റം പറഞ്ഞ് നടക്കുക. പിള്ളേർക്ക് വരെ അപമാനം. ഇങ്ങനെയുള്ള തന്തകൾ ഹിജടകളായതുകൊണ്ട് കള്ളം കുടിച്ച് ഡ്രഗ് അടിച്ച് കൂട്ടുകടിച്ച് നടന്ന് കണ്ണും പിളർന്ന് പ്രേമൻ എന്നുള്ള വിഡ്ഡിക്ക് ഏട്ടൻ എന്നുള്ള പേര് 68 വയസ്സായിട്ടുണ്ടെങ്കിൽ 1947 ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കുക. 1960 1947 അടുത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് നല്ല മെച്യൂർ ലെവലിൽ നിൽക്കുക. അല്ലാണ്ട് പണ്ടത്തെ വീട്ടിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന ഹിജടകളെ വരെ 12 വയസ്സോട് ചിന്തഭാരവും സ്മൂത്ത് സിങ്സ് എന്തൊക്കെ പേരുകൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുക അവർ പലരുണ്ടോ? ജോലി ചെയ്യുന്ന മര്യാദയ്ക്ക് ചെയ്യുക. അതുകൊണ്ട് ജീവനില്ലാത്ത ഫ്രോഡ് തരം ജോലി ചെയ്യുന്നതല്ല. ജീവനില്ലാത്ത മുംബൈയിലും ജീവനില്ലാത്ത വിഗ്രഹാരം ചെയ്യണ പൊടിയും ഈച്ചയും പിടിച്ച സ്ഥലത്തൊക്കെ നിരങ്ങി നീങ്ങിയവരോ ഇതിന് വളരാന്ന് പറയാൻ പറ്റില്ല. ഫ്രോഡ് സ്ഥലത്ത് നടന്നവർ, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ, പിന്നെ പ്രേമന ഏട്ടെന്ന് ഇങ്ങനെ പേര് പറയണേ. എന്നിട്ട് അവർ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കണം. ജീവനില്ലാത്ത വിഗ്രഹാരാധന ചെയ്തിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്നിട്ട് കുറ്റം പറഞ്ഞിരിക്കുക. ഫ്ലാറ്റിൽ ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എല്ലാവരും നോക്കി കാണുമ്പോൾ ഒളിഞ്ഞ് നോക്കുന്നത് നിങ്ങളൊന്നും ഇല്ലാണ്ടാക്കി മറിച്ച് ഇല്ലാണ്ടാക്കാൻ നോക്ക്. ഉള്ള കാര്യം നിങ്ങളുടെ മൊബൈൽ ഇല്ലാണ്ടാക്കാൻ നോക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഇതൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റും, എന്ത് ചെയ്യും? നിങ്ങൾ തിരിച്ചൊന്നും ചോദിക്കാനില്ല. അടുത്തൊന്നും നിങ്ങൾക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഈ ചടകളുടെ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ, പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കണവർ, ഞാൻ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ച് ജനിച്ച് തൊട്ട് ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ലേ? വീട്ടുകാരെ കുറിച്ചായാലും ആരെക്കുറിച്ചായാലും ഡിസ്കസ് ചെയ്ത് നടന്നിട്ടില്ലേ? അവരിങ്ങനെ അബോർഷൻ ചെയ്തു, പിൽസ് ചെയ്തു, അവർ ഡൈവോഴ്സ് ചെയ്തു, അവൻ അങ്ങനെയാണ്, ആൾക്കാരായിട്ട് ഇതിലെ കുടിച്ച് നടക്കണം, ക്ഷീണമാണ്, പാവാണ്, വിഷമാണ്, അങ്ങനെ പറഞ്ഞ് നടക്കുന്ന വിഷമം വരണോ ക്ഷീണവരും സ്വയം കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്നപ്പോൾ ഞാൻ കൈകൊട്ടിച്ചിരിക്കണം. അതുകൂടി ഞാൻ ചെയ്യണമല്ലോ. ക്ലാസ്സിലുള്ളവർ, സ്കൂളിൽ ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരും അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണമല്ലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനുണ്ടോ? നോക്ക്, നിങ്ങളുടെ പോരായ്മകൾ വളരെ ഏറെയാണ്. നിങ്ങൾ ചെകുത്താൻ വെഡ്ഡികളെക്കാളും കഷ്ടമായിട്ട്, ഹിജടകളെക്കാളും കഷ്ടമായിട്ട് പെണ്ണുങ്ങളെ ഡിസ്കസ് ചെയ്ത് കുറ്റം പറഞ്ഞ് നടക്കുന്നവരാണ്. അത് മുഖത്തേക്ക് പറയുമ്പോൾ തിരിച്ചതിനെക്കുറിച്ച് പറയാനുണ്ടോ? നോക്ക്, ഡൈവോഴ്സ് ചെയ്ത് നടക്കണവരും, പിൽസ് അബോർഷൻ ചെയ്ത് തമിഴന്മാരുടെ കൂടെ നടക്കുന്ന കുഞ്ചുവാര്യരും, ഫേക്ക് പേരുള്ളവരും, ഈ ജീവനില്ലാത്തതിനെ ആരാധിച്ചിട്ട് ജീവനില്ലാത്തതിനെ ആരാധിക്കാൻ പാടില്ല. അത് ഷിജിൻ, ഇവരൊക്കെ കൂട്ടിയിട്ട് അടിക്കണം. ദിലീപ്, സെയിം ഉയരമുള്ളവർ 5-6 അടിയുള്ളവർ, 5-10 ഫേക്ക് ഇൻ്റർനെറ്റിൽ മീഡിയ അറ്റൻഷനും കിട്ടിക്കണം. കുഞ്ചുവാര്യർ, ഒരു ഡൈവോഴ്സും ചെയ്ത് ഭർത്താവിനെ ഉപേക്ഷിച്ച് നടക്കണവർ, കോഴിക്കോടുള്ള കുണ്ടന്മാർ, ഹിന്ദി ഗുഡ്കകൾ, ആരെങ്കിലും ഇത് പറയുമോ? കന്നഡ ഗാണ്ടുകൾ, ഇങ്ങനെ ആരെങ്കിലും പറയുമോ? ഉള്ള കാര്യം അവർക്ക് സംസാരിക്കാൻ അറിയില്ല. അവർ ഹിന്ദുസാണ്. അവർ അമർ ചിത്രകഥയിലത്തെ കഥാപാത്രം എല്ലാവരും ആരാധിക്കും. അമർ ചിത്രകഥയിൽ ഒരു തളർവാദ രോഗി ഉണ്ടെങ്കിൽ അതിനെ അവർ ആരാധിക്കും. അമർ ചിത്രകഥയിൽ ഒരു വാൽമീകി വ്യാസം ഉണ്ടാക്കിയ അമർ ചിത്രകഥയിൽ പല രാജാക്കന്മാരുണ്ടാവും. എല്ലാ രാജാക്കന്മാരെയും ഇവർ ആരാധിക്കും. രാജ്ഞികളും സ്ത്രീകളും, കുറേ വയസ്സായ സ്ത്രീകളും, കുറേ കിടപ്പ് വേട്ടയാടി നടക്കണം ശിക്കാരി ശംഭുവും, അതിൻ്റെ ഉള്ളിൽ ഡാക്കിനിയ മാമയും വേതാളവും വിക്രമാദിത്യവും പല രാജാക്കന്മാരും ലുട്ടാപ്പി വരുണ്ടാവും, മാജിക് മാലു വരുണ്ടാവും. ഇതിനൊക്കെ എല്ലാത്തിനും ഇവർ ആരാധിക്കും. ഇതിനൊക്കെ ഒരു ജീവനുള്ളതെന്ന് സ്തുതിക്കാനുള്ള ജീവനെ തന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. മൃഗങ്ങളെ വരെ ഇങ്ങനെയുള്ള പാടുവിഡ്ഢികളോട് ഉപദേശം ചോദിക്കാൻ പോകണം അവർ ആരാധിക്കും.
എന്താ കാര്യം? ഇനി ഇവരുടെ കൂടെ ഉള്ള ഒരു ചേട്ടന്മാർ അന്യമാർ ഡ്രഗ്സ് അടിച്ച് കുറിച്ച് നടക്കുന്ന പലരും ഉണ്ടാവും. അവരെ വരെ ആരായിരിക്കും? മുസ്ലിംസ് അതന്നെ ചെയ്യണം. ഷീജീനുകൾ കൂട്ടിയിട്ട് അടിക്കണം എല്ലാത്തിനെയും. ഡൈവോഴ്സ് ചെയ്തിട്ട് പല തമിഴന്മാരുടെ കൂടെ വിശ്വാസത്തോടെ വളർത്തിയ കുഴപ്പമില്ല, നേരെ നീക്കി എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതാ പിൽസും കഴിച്ച് അബോർഷനും ചെയ്തു ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടന്ന് കുറേ പെണ്ണുകളും ഹിജടകളും. ഒരു കാര്യം ജീവനുള്ളതുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്നേഹിക്കുക, സ്തുതിക്കുക, നല്ലതിനെ സ്നേഹിക്കുക, സ്തുതിക്കുക. അതാണ് പറയണേ. അയാളുടെ പടുപിടി ജീവനില്ലാത്തതിനെ ആരാധിക്കാൻ ഒരു സ്ക്രിപ്റ്റേഴ്സും പറഞ്ഞിട്ടില്ലേ, ഒരു ഇതും അതിന് ഉത്തരവൊന്നും കൊടുത്തിട്ടില്ല, സാങ്ഷനും കൊടുത്തിട്ടില്ല. അത് പറഞ്ഞ കാര്യമല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ള കാര്യം ഞാൻ എന്തായാലും കള്ള് കുടിക്കുക, എൻ്റെ കയ്യിൽ ആരും കുട്ടിയുടെ പാക്കറ്റും ഒരു സിഗരറ്റ് പാക്കറ്റ് തന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഫുൾ ബോധത്തോടെ പറയണതെന്ന്. കുടിച്ചിട്ട് കടിച്ച് നടക്കുന്നവർ പറയില്ലേ. ഷിജിൽ മുസ്ലിംസും പേര് ബർത്ത് റേറ്റ് മാറ്റണം, അവർ പറയിപ്പിച്ച് പറയണം. അവർക്ക് മണ്ടൻ ഡയലോഗൊക്കെ പറയണം. അവർ കളവ് ചെയ്തു, അവിടെ മറ്റേത് ഈ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണ്. അവിടെ കത്തിക്കുത്ത് നടത്തി, അവിടെ കൊലപാതകം ചെയ്തു, അവിടെ റേപ്പ് ചെയ്തു, അവിടെ ജീവഹാനി വന്നു, അവിടെ പോലീസ് കേസായി, അവിടെ കള്ളന്മാർ പിടിച്ചു. അതൊക്കെയാണ് അവർ മണ്ടൻ ഡയലോഗ് പറഞ്ഞ് മെറ്റീരിയലിസ്റ്റിക് ഡയലോഗ് ചെയ്യണത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ട ഹിന്ദുസിനും മുസ്ലിംസിനും റോമൻ കാത്തലിക്സിനും യാക്കോബൈറ്റും ബാക്കി മലങ്കര ആയതായാലും. പാദ്രികളുടെ ആവശ്യത്തിൽ നിന്ന് പാഴ്വേല ജോലി ചെയ്യണ പോലെ ചെയ്യരുതെന്ന് പറയുമ്പോൾ വാല്യൂ ഇല്ലാണ്ട് ചെയ്യേണ്ടത് അത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ തന്നെ എഴുതി വെച്ചേക്കണേ. അത് ചെയ്തത് പെർഫെക്ഷനിലായിട്ട് ചെയ്ത് തീർന്നു. മരവിച്ച ശരീരം നെഞ്ചെടുപ്പ് അത് ഉതിർത്ത് വന്നു, അതിനൊരു നല്ല കാര്യത്തിന് വന്നു, അത് തീർന്നു, പെർഫെക്ഷൻ. അത് യഹൂദിയർ മനസ്സിലാക്കിയല്ലോ, അവരുടെ ഗണം മനസ്സിലാക്കിയല്ലോ. അവർ അന്ന് 1700 വർഷം മുമ്പ് പാദ്രികളെ കൊണ്ട് തുടച്ച് മാറ്റി. പാദ്രികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചല്ല. പിന്നെയും അഡോൾഫ് ഹിറ്റ്ലർ അവർ വെറുതെ ആവശ്യമുണ്ട് ചൊറിയാൻ പോയിട്ട് ഈ അഡോൾഫ് ഹിറ്റ്ലർ തന്നെ സയനൈഡ് വെടി വെച്ച് എന്തൊക്കെ തൂങ്ങി ചാവുക ചെയ്തു. അത് റോമൻ കാത്തലിക്കാണ്. ശരിക്കുള്ളവർ ചൊറിയാൻ നിന്നാൽ നിങ്ങൾ തന്നെ പെടും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അവർക്ക് തീരെ കൊള്ളണല്ലേ. നിങ്ങൾ എത്രയെങ്കിലും ഉപദ്രവിക്കാൻ നടന്നോ, അവർക്ക് അവരുടെ ദ്രോഹം, നിങ്ങളുടെ ദ്രോഹം ഒരു ദ്രോഹം കൂടിയല്ലത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് നക്കപ്പിച്ച സാലറിക്ക് ഒരു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സാധാ ജോലി ചെയ്യണ പോലെ ശാപമായ ജോലിയാണ്. ബൈബിളിൻ്റെ തുടക്കത്തോടിരിക്കുന്നത് നീ ജോലി ചെയ്യുന്നത് നിനക്കൊരു ശാപമാണ്. നീ മക്കളുണ്ടാക്കി വേർപ്പൊലിച്ച് കാശുണ്ടാക്കുക, മെറ്റീരിയലിസ്റ്റിക്കിന് വേണ്ടി ഒരു ശാപമായിരിക്കും. അപ്പോൾ ആ ശാപം പോലെ നിന്ന് ചെയ്യരുത്. നക്കപ്പിച്ച സാലറിക്ക് സാക്രിഫൈസ് ഒരു ഇസഹാക്കിന് പകരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് അവിടെ മിറാക്കിൾസ് അല്ല, ഒരു തരം എന്താ പറയുക, ഒരു എന്താ പറയുക തന്നെ ചേഞ്ച്, ഒരു തരം ഒരു മഴ അതുപോലെ വരുന്നുണ്ട് അവിടെ തന്നെ. അവർക്ക് മഴ എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് മയ എന്ന് പറയാം. മയ എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങളിവിടെ ഇന്ത്യയിൽ പറയും മയ. അപ്പോൾ അതിനൊരു തരം എന്താ പറയുക, അങ്ങനത്തെ ഒരു വ്യത്യസ്ത. ഇപ്പോൾ ഹിന്ദിക്കാർ ചിലർ മലയാളത്തിൽ വരുമ്പോൾ അവർ പറയും മഴേനെ മയ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അപ്പോൾ ആ ഇസ്രായേലത്തെ ഭാഷയാണ് മയ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനത്തെ കുറേ ലാംഗ്വേജിൻ്റെ പ്രത്യേകതകളുണ്ട്. അവർ ഉപയോഗിക്കുന്ന വേർഡ്സൊക്കെ ഭയങ്കര മൂല്യമേറിയതാണ്. ഇസ്രായേലിൽ ഓരോ ലാംഗ്വേജിൻ്റെ അരമായിക്ക് ഭാഷയും ഹീബ്രു ഭാഷയും ഓരോ വേർഡ് ഉപയോഗിച്ച് വരുന്ന പല ഇന്ത്യൻ ലാംഗ്വേജായിട്ട് കണക്ട് ചെയ്യാം. സാൻസ്ക്രിറ്റ് ലാംഗ്വേജായിട്ട് കണക്ട് ചെയ്യാം. പല ഒരു കണക്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കാം. അവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ വാക്കുകൾ ഉപയോഗിക്കണേ, അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഓരോരോ എന്താ പറഞ്ഞ ഹിജടകളെ പോലെ ഇങ്ങനെ ഹിജടകളാണ് കുറ്റം പറഞ്ഞ് നടക്കുക. ഒരു ശോഷിച്ച പോലെ 12 വയസ്സോട് ചിന്തഭാരമുള്ളവർ കുടിച്ചിട്ട് കടിച്ച് നടക്കണവർ. അതുപോലെ നിങ്ങളിൽ ഓരോ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രോഡ് റോസമ്മേനെ അനുകരിച്ച് നടക്കണ കുഞ്ചു വാര്യർ. ഈ ഫ്രോഡുകളെ അനുകരിച്ച പോലീസുകാരോട് ഈ കാര്യം എന്ത് നല്ല സൗമ്യമായ രീതിയിൽ പറഞ്ഞാലും ഏത് രീതിയിൽ ഇപ്പോൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും ഈ ഫ്രോഡുകളെ സപ്പോർട്ട് ചെയ്യാന്ന്. ഹെൽപ്പ് ചെയ്തിട്ട് ഈ വൃത്തികെട്ട ജോലി ചെയ്യണതിന് ഭേദം മിണ്ടാണ്ടിരിക്കുന്നതല്ലേ. മിച്ചമായ കാശ് വെച്ച് ഒരു 6500 രൂപയ്ക്ക് നമ്മൾ സാധാരണ കാര്യങ്ങൾ സാധാ രീതി മിച്ചമായ ഭക്ഷണം നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഭക്ഷണം ആയാലും കുറച്ച് കാര്യങ്ങൾ കഴിക്കുന്നതല്ലേ നല്ലത്. ഒരു 10 ലക്ഷം 20 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് 6500 കയ്യിൽ മാസം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു ദിവസം കുറച്ച് ഉപയോഗിക്കുക, 2 നേരം കഴിക്കുക. അപ്പോൾ ജീവിതവും നമ്മുടെ ലൈഫ് സ്പാനും കൂടും. അങ്ങനെയല്ലേ. ഇതിനൊക്കെ പിന്നിൽ പായേണ്ട കാര്യം എന്താ? ഫ്രോഡ് തരം. ഇപ്പോൾ CJ റോയുടെ കാര്യം കണ്ടില്ലേ? CJ റോയ് കുറേ അനധികൃതമായി കാശ് മേടിച്ച കാര്യം ഇൻകം ടാക്സ് വരുന്നപ്പോഴേക്കും ഈ സ്വന്തം റിവോൾവർ എന്തിനാണ് വേണ്ടത്? ബാക്കി കള്ളന്മാരെയും വന്നാൽ അവരെ വെടിവെച്ച് ധൈര്യത്തോടെ അവരുടെ കാൽമുട്ട എന്തെങ്കിലും ഉതിർത്ത് അവരെ നമുക്ക് നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി
ആ സ്വന്തം റിവോൾവർ കൊണ്ട് സ്വന്തം ധൈര്യം ഇല്ലാത്തതുകൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കേണ്ട അവസ്ഥ, ചാവേണ്ട അവസ്ഥയല്ലേ. അതാണ് റോമൻ കാത്തലിക്. ഫേക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ വല്ല കാര്യമുണ്ട്. നിങ്ങൾ ഓരോ വിഡ്ഢി സ്ത്രീകൾ പല രീതി മനസ്സിലാക്കാൻ പറ്റാണ്ട് ഇങ്ങനെയുള്ള ഹിജടകളെ പോലത്തെ മുണ്ട് ഷർട്ടിട്ട ഹിജടകൾ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട്, ഫ്രോഡുകളെ സപ്പോർട്ട് ചെയ്തിട്ട്, എന്നിട്ട് സ്ത്രീകൾക്ക് വല്ല പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവണത്. റോമൻ കാത്തലിക് ഒന്നാമത് പൊട്ടത്തെറ്റ്, മുസ്ലിം ഹിന്ദു ബൈബിളിൽ മൊത്തം വിപരീതം ചെയ്യുന്നവർ, ജീവനത്തിന് ആരാധിക്കാൻ പാടില്ലേ. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാവണത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഹിജടാന്ന് വിളിക്കണേ. അല്ല ഞാൻ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകണ്ട. അവൻ ഹിജഡയാ, അവൻ മറ്റേ ആദിവാസി സ്ത്രീയാ, അവന് ചെറിയ പിള്ളേർക്ക് കൊണ്ടാക്കളി സ്കൂൾ മറ്റേത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ വൃത്തികെട്ട വാക്കുകൾ ഞാൻ ആര് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കിക്കോ. ഒരു സ്ഥലത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ലേ. അത് ഞാൻ കീപ്പപ്പ് ചെയ്യേണ്ട അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴായാലും എത്ര വർഷമായാലും അത് നിങ്ങൾക്കില്ല. ഞാൻ മനുഷ്യരെ പോലെ കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ലേ. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. ഞാൻ കൊട്ടിഘോഷിച്ച് നടക്കണല്ലേ, എനിക്ക് പ്രത്യേകത ഉണ്ട്, എനിക്ക് പ്രത്യേകത ഉണ്ട്, അങ്ങനെയല്ല അത്. ബേ എന്ന് പറഞ്ഞ് നടക്കണ പോലെയല്ല അത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ. ഒരു വീട്ടുകാരും ആരെ കുറിച്ചും എനിക്ക് കുറ്റം പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇതിൽ. എന്തിനാ ഇതിനൊക്കെ ആവശ്യം. അവിടെ ഇപ്പോൾ അങ്ങനെയുണ്ട്, അങ്ങനെയാണ്, വീട്ടുകാരായിരുന്നു തൊട്ടി വാങ്ങി എന്തിട്ടിടങ്ങി ഇതൊക്കെ. എന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാണ്ട് ഇങ്ങനെ ഓരോന്ന് ശ്രീചോറോയി പോലെ ധൈര്യം ഇല്ലാണ്ട് വെടിവെച്ച് ഫേക്ക് സിറ്റുവേഷൻ ആയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ആവണതാണ്. അതിലൊരു കാര്യമില്ല. എന്നിട്ട് റോമൻ കാത്തലിക് തെറ്റ്, ഹിന്ദു മലങ്കര യാക്കോബായിട്ടൊക്കെ തെറ്റ് ഇങ്ങനെ ചെയ്യണതിൽ എന്നിട്ട് പോലീസുകാർ ഈ ഫ്രോഡ് റോസമ്മ പോലത്തെ ഉള്ളവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കണം. പോലീസുകാർ എന്ന് പറഞ്ഞ നടന്നിട്ട് കാര്യമുണ്ട്. ഫ്രോഡായിട്ട് ചെയ്യണം, അത് അവിടെ സർവ്വസാധാരണ എന്നുള്ള പോലെ. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളവിടെ നിന്ന് നോക്കണം. അവർ പറയും ഇങ്ങനെ അന്ന് ഫ്രോഡ് ഇവരുടെ കോളേജിൻ്റെ റിവ്യൂവിൽ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട് ഇത് ഫ്രോഡ് കോളേജാണ്, ഹെൽപ്പ് എക്സാം കൊടുക്കണവരാണ്, അനധികൃതം കാശ് മേടിക്കണവരാണ്, കാശ് മാത്രം അവർക്ക് മതി. എന്നിട്ട് കുറേ പേര് ഈ വട്ടുജോലി ചെയ്യാനായിട്ട് കുറേ പേര് പല സ്ഥലത്തും പോയിട്ട് ഈ ഫ്രോഡ് ജോലി നക്കപ്പിച്ച കാശിന് അനധികൃതമായി കാശ് എടുത്ത് എക്സാം എഴുതി പുറത്തുള്ള ഫോറിൻ എംബസിക്കാരായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും അതൊന്നും ഹെൽപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് വെറുതെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നിന്ന് നിങ്ങൾ പറയും പോട്ടെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ അങ്ങനെ തിരിച്ചു പോരും. അപ്പം സൂക്ഷ്മമായി പരിശോധിക്കണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും വീണ്ടും സീജറോകളെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ട്. ധൈര്യമില്ലാത്തവരെ അത് പോലത്തെ ഇങ്ങനത്തെ കുറേ അങ്ങനെ എനിക്ക് എന്തായാലും ഞാൻ അതിനോടൊന്നും നേടാൻ പോകണമെന്നില്ല. അപ്പോൾ എനിക്ക് ഫ്രോഡ് ജോലി ചെയ്യും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ചെയ്തിട്ട് ഫ്രോഡ് ജോലി ചെയ്തിട്ട് ഇങ്ങനെ കാശ് മേടിച്ച് ഇങ്ങനെ പരക്കുമ്പോൾ ഇത്ര കാശ് ഉണ്ടാക്കിയില്ല. ആർക്ക് വേണ്ട ഈ കാശ്. ഒരു ബോധം പോലില്ലാതെ ഒരു മിച്ചം വെച്ച കാശ് കൊണ്ട് ആവശ്യത്തിന് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പം തന്നെ അറിയാം എത്ര വർഷം ജീവിക്കും, എത്രത്തോളം ഇത് വരും, എത്രത്തോളം നമ്മൾ മിച്ചം വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്തത് കഴിക്കണല്ലേ എന്നൊക്കെ അപ്പം മനസ്സിലാവും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ. അപ്പം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫ്രോഡ് ജോലി ചെയ്യണവരും അങ്ങനെ അനധികൃത ഭാഷ പഠിക്കണ അങ്ങനെ നിങ്ങൾ അനുകരിച്ച് കാണിക്കണേ. നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനില്ലേ. നിങ്ങളൊന്നും പറയാനും പോകണില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യം നടക്കും. അതാണ് നിങ്ങൾ ബോധമില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ കമൻറ്റ് ഇടണേ ഞാൻ ഗൗണിക്കണ കൂടി ഇല്ല. പല രീതിയും പറയാം. ഞാനതിന് ഞാനതിന് തള്ളി കളയാണ്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഞാനങ്ങനെ ഒരു ഇത് വയ്ക്കണില്ല ഞാൻ. അപ്പോൾ എൻ്റെ കമൻറ്റ് ഇരുന്നാലും നിങ്ങളുടെ കമൻറ്റ് ആവശ്യമില്ലാത്ത കമൻറ്റ് ആവശ്യമില്ല. ഞാൻ നോക്കും. ഇപ്പോൾ ഒരു ആൾ കമൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ കമൻറ്റ് എന്തുണ്ടായാലും ഇപ്പോൾ ഒരു മറ്റേ തരം ഒരു കമൻറ്റ് എന്തോ തരമായാലും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ചിലർ കമൻറ്റ് ഇടാണെങ്കിൽ അത് വൃത്തികെട്ട കമൻറ്റ് ആണെങ്കിലും ചിലപ്പോൾ എൻ്റെ ഒരു മിതമായി പാലിച്ച് ജീവിക്കണം, എൻ്റെ അല്ലെങ്കിൽ തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, അങ്ങനെയൊക്കെ വളർത്തി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ മിച്ചം വെച്ച് കാശ് കൊണ്ട് അതിന് വെച്ച് യോജിച്ചതായിരിക്കും. അപ്പോൾ ഞാൻ കമൻറ്റ് ഇരുന്നോട്ടെ വിചാരിക്കും. കമൻറ്റ് ചെയ്ത് വേറെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് വേറെ രീതിയിലാണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ട കമൻറ്റ് വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കുഴപ്പമില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കണം എന്താ എങ്ങനെയാണ് വരണതെന്ന്. ഞാനിപ്പോൾ ഒരു സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഇപ്പോൾ 65 വയസ്സായാലും ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഇങ്ങനെ എൻ്റെ ശരീരവും പ്രകൃതിയും നിങ്ങൾ ചോദിക്കാണ് ചൊക്കി ചൊളിഞ്ഞ ആകെ ഉണ്ടാവുന്നു ഇല്ല. ഇപ്പോഴത്തെ രീതി തന്നെയായിരിക്കും 65 വയസ്സായാലും. ഞാൻ നല്ല ചൊടിയോടെ നിൽക്കുന്നുണ്ടാവും. എനിക്ക് എല്ലാ കാര്യങ്ങളും എക്സസൈസ് സ്ട്രെച്ചായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 65 വയസ്സായാലും കല്യാണം കഴിച്ചാൽ എന്ത് രീതിയിൽ എന്ത് മക്കളുണ്ടായില്ല. അപ്പോൾ പറയും എനിക്കിങ്ങനെ വൈഫിൻ്റെ ബ്രോ ആയിട്ട് എനിക്ക് ഇഷ്ടം. ചിലപ്പോൾ ഞാൻ തന്നെ അതിൽ എടുക്കാൻ വരും.
അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. എനിക്കിങ്ങനെ മിച്ച കാശ് ജീവിക്കുന്ന ഇഷ്ടം. 10 വർഷം അങ്ങനെ സേവിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് നെക്ലസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, ഇടയ്ക്ക് ജോലി ചെയ്യുക, അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ അതനുസരിച്ച് വരണം. അപ്പോൾ മക്കളൊരു ജോലി വരെ, കോളേജ് കഴിയണ വരെ അവർ വളർത്തി ഉണ്ടാക്കാം. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാര്യങ്ങളെന്ന് ആ സമയത്തനുസരിച്ച് കണ്ട് നോക്കി സംസാരിച്ച് എന്തൊക്കെ ചെയ്യണം വരും. അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞാൽ ഓക്കെ ആയില്ല, അവരുടെ ജോലിയായി. പിന്നെ അവിടെ എന്താ വെച്ചാൽ കല്യാണം അവരെ ചിലവർ പഠിപ്പിക്കേണ്ട വിചാരിക്കും, ആൺകുട്ടികൾ പഠിപ്പിക്കേണ്ട വിചാരിക്കും. കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ പുറത്ത് ജോലിയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ജീവിക്കണവരുണ്ടോ. അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിക്കണം എന്നും നമ്മൾ വിചാരിക്കും. നമ്മൾ കണ്ടും നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നൊക്കെ, വേണ്ട ആവശ്യമുണ്ടോയെന്ന്. എന്നിട്ട് അവരെ നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ സാധാ രീതിയിൽ അവരുടെ എന്തെങ്കിലും കല്യാണം കഴിക്കണോ. പിന്നെ ഒരു ഇപ്പം തന്നെ ഫോറിൻ ലൈഫ് സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോറിനേഴ്സ് അവരുടെ പഠിപ്പ്, അവരുടെ ജോലി ചെയ്ത പഠിപ്പ്, അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിക്കാണ്ട് അവർ പല റെൻ്റ് എടുത്ത് താമസം ഇവിടെ തന്നെ അവരുടെ ഗേൾ ഫ്രണ്ടായിട്ട് എന്തെങ്കിലും ജീവിച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അവരുടെ കാര്യം പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമല്ലോ, ജോലിയും അത്. അപ്പോൾ അതനുസരിച്ച് സംസാരിച്ച് വരണ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒന്നും തിടുക്കം കാണിക്കണില്ല. അതാണ് ഞങ്ങൾ മെറ്റീരിയലിസ്റ്റിക് രീതിയിലേക്ക് നിങ്ങൾ പായേണ്ട കാര്യമെന്ന് തിരിച്ച് അങ്ങോട്ട്. അതിനാണ് ഈ സീജറോയി ഇതിൽ പായാന്ന് നിന്നിട്ടാണ് കാര്യം. തോക്ക് സ്വന്തം രക്ഷയ്ക്ക് വെക്കണതിന് ബാക്കിയുള്ളവർ വേറെ ആരെങ്കിലും ഇൻകം ടാക്സുകാരെ വെടിവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ കള്ളന്മാർ അതിനെ വന്നു കഴിഞ്ഞാൽ അവർ വെടിക്കണ പകരം സ്വന്തം ഒരു അനധികൃതമായി കാശ് മേടിച്ചു സ്വയം കള്ളനായ പോലെ ആയില്ലേ. സ്വയം ധൈര്യം ഇല്ലാണ്ട് സ്വയം ഹാർട്ടിൽ റിവോൾവർ തീർത്ത് ഇല്ലാണ്ടായില്ലേ. അതാണ് ധൈര്യമില്ലായ്മ എന്ന് പറയുന്നത്. ഇത്ര സ്വത്തുണ്ടായിട്ടും അതിന് പിന്നാലെ പാഞ്ഞിട്ടും എന്താ കാര്യം ഉണ്ടായ? നല്ല അർത്ഥത്തിലല്ല ഈശോ പറഞ്ഞു. ഈശോയോടായി പറയിപ്പിച്ചില്ല, എന്നോടാരും പറയിപ്പിക്കണല്ലേ. സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന്. അപ്പോൾ ഈ റോമൻ കാത്തലിക് തെറ്റ്. അല്ലെങ്കിൽ ബൈബിൾ മൊത്തം എഴുതിയിരിക്കില്ലേ ജീവനില്ലാത്തവരെ ആരാധിച്ച് നടന്നോന്ന് പറയില്ലേ. അങ്ങനെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ള പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയും, ഇനി തൊട്ട് കുരിശുമരിച്ചൊക്കെ കഴിഞ്ഞു ജീവനില്ലാത്തതിനെയും മെഷീനൊക്കെ ഉരുക്കി പ്ലാസ്റ്റിക്കും കണ്ണും മൂക്കും അമർ ചിത്രകഥയിലത്തെ എല്ലാ കഥാപാത്രങ്ങളെയും ആരാധിച്ച് തുടങ്ങിക്കുമെന്ന് പറയില്ലേ. കണ്ണും മൂക്കും മരിച്ച എല്ലാത്തിനും ആരാധിച്ച് തുടങ്ങിക്കുമെന്ന് പറയില്ലേ. അത് ഒരിക്കലും എഴുതിയിട്ടുള്ളല്ലോ. എന്തായാലും പാതിരികളോട് നിന്ന് സാധാ ജോലി പോലെ, ശാപമായ ജോലി പോലെ ചെയ്യരുതെന്ന് വീണ്ടും ആ വൃത്തികെട്ടമാക്കണം. നിങ്ങളുടെ വായ തന്നെയാണ് ഇതൊക്കെ. ഇങ്ങനെ ക്യാമറ കണക്ഷൻ ഇതൊക്കെ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ആക്കാൻ പറ്റില്ല. മാറ്റി മറച്ച് വെച്ച് എന്തുണ്ടായാലും അത് നിങ്ങൾ തിരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ കള്ളും കുടിച്ച് ഡകടിച്ച് നടക്കുന്നതും തെറ്റും അതൊക്കെ നിങ്ങൾ ഒളിഞ്ഞ് നോക്കുന്നതും ഈ ഫ്ലാറ്റ് ഉണ്ടായിട്ട് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാണ്ട് നിങ്ങൾ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ നാവിൽ നിന്ന് വൃത്തികേട് വന്ന് നിങ്ങളുടെ ശോഷിച്ചാവസ്ഥ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഈ പാതിരിയെ ആവശ്യമില്ലാത്ത വിപരീതം ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാര്യം? അതുപോലത്തെ പെണ്ണുങ്ങൾ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നവർ പറയുമോ? അതുകൊണ്ട് ഞാൻ പറയും, വിഡ്ഢി സ്ത്രീകൾക്ക് തന്നെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാറിയില്ല. അതുകൊണ്ട് ഹിജടകൾ പോലത്തെ ഭർത്താക്കന്മാർ പലരും ആത്മഹത്യ ചെയ്യണതും തമ്മിൽ കൊല്ലിക്കണ രീതി പല ന്യൂസിലും ഇപ്പോൾ കൂടുതലും അത്. പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തായാലും മാറേണ്ട കാര്യം മാറാണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്ത് നിന്നാലും ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പറയുന്ന ടോണ് കാരണമാണ്. എന്താണോ നിങ്ങൾ ഞാൻ സംസാരിച്ച് പറയണ ആ ശബ്ദം എന്താണാവോ ടോണ് കേൾക്കുമ്പോൾ നിങ്ങളെന്തോ പേര് അങ്ങനെ എന്തോ ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് വരണില്ലല്ലോ. നിങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തീട്ടിട്ട് വരണം എന്ന് പറഞ്ഞ പോലെ തിരിച്ചു വരാൻ ഭയങ്കര ചളിപ്പുള്ള പോലെ പോയിട്ട് വരാമെന്ന്. പിന്നെ നിങ്ങളിങ്ങോട്ട് കാണണേ ഇല്ല. ഇത് എത്ര വർഷം തീർന്നു? ഇവിടെ 3 വർഷം തീർന്നു. ഒന്ന് മുഖത്തേക്ക് സംസാരിക്കാറിയില്ല. ഞങ്ങളൊന്ന് ചോദിക്കാൻ നിങ്ങൾ പറയണ്ടെങ്കിൽ ഉള്ള കാര്യം സംസാരിച്ചോട്ടെ. അപ്പോഴേക്കും ഞാൻ ആരെ കുറിച്ചാണ് പറയണമെന്ന് പറയുമ്പോൾ എന്തോ നിങ്ങളുടെ ശബ്ദത്തിൻ്റെ എന്താണ് നിങ്ങൾക്കൊന്ന് എൻ്റെ പേഴ്സണാലിറ്റി കാണുമ്പോൾ നിങ്ങൾ എന്തോ സംഭവം അവിടുത്തെ പോകാൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ പറയണതിൽ എന്താ കാര്യം? ഞാൻ ജയിലിൽ പോലെ അങ്ങനെ കുറിച്ച് അങ്ങനെ സഹിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ ആർക്കും ഒന്നിട്ട് ജയിലൊന്നും പോകാൻ പോകണമെന്നില്ലല്ലോ. വാക്കുകൾ അങ്ങനെ സൂക്ഷിച്ച് പഠിക്കണേ. അപ്പോൾ പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ പിന്നെന്താ ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം നമ്മുടെ ശരിക്കുള്ള കാര്യം എന്ത് പറഞ്ഞാലും ആ ഷാറുഖ് ഖാൻ്റെ കൈ അല്ലെങ്കിൽ റിസ അതൊക്കെ പറയണത് റിസ അങ്ങനെ പറയുന്നതും ആ ഒരു 91 തൊട്ട് 95 ഉള്ളത് സാധാരണ ചെറിയ ഇതിൽ വൈകുന്നേരം രാത്രിയുടെ നേരം
പനിനീർ പുള്ളി രമ്പിളി അത് ചേർച്ചയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കടിഞ്ഞൂൽ കനവോടെ ഗോവണി താഴ്ത്ത് വന്നേ നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേ രാവിലെ കൂട്ടിരുന്നേ അതൊക്കെ പറയുമ്പോൾ അല്ല സ്വരമുറങ്ങും രാവിലെന്തേ വരി മറന്ന പല്ലവി അതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സരസസുന്ദരി മണി അലസമായി ഉറങ്ങിയോ അല്ല മധുമാസം അണയാറുണ്ടല്ലോ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു വഴങ്ങി മുഖത്തേക്ക് സംസാരിക്കണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഷാറുഖ് ഖാൻ്റെ കൈ എന്താ എനിക്കത് അറിയാം, ഫേക്ക് പേരാണ് എന്താണെന്ന് അറിയാം. ഈ വീട്ടുപേര് കണക്ഷനായിട്ടാണ് കോനിക്കാടൻ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്നത് പണ്ട് ഏതോ അഫ്താബ് എന്നുള്ള ഈ നടന്ന വീട്ടിലത്തെ അനിയൻ അവന് ഷാറുഖ് ഖാൻ എന്ന് പേരിട്ടതാണെന്ന്. അപ്പോൾ പലർക്കും കോശ്വരായും എല്ലാം ഫേക്ക് പേരാണെന്ന് എനിക്കറിയാം, ഈ ജീവനില്ലാത്തവനെ ആരാച്ച് നടന്നിട്ട് ഷിജീനും എല്ലാം. അപ്പം ഞാൻ എടാ എനിക്ക് അന്ന് ജനിച്ച തൊട്ട് എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാത്തത് എന്താണ്. ഞാൻ എന്നോട് ആരും പറയിപ്പിക്കണല്ലേ, ഞാൻ വിവരത്തോടെ നീങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ വിഡിത്തത്തിൽ തന്നെ നീങ്ങി ആരെ കാണിക്കാനാണോ ഈ വിഡിത്തം നിങ്ങൾക്ക്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെന്തോ അപ്പോൾ കക്കോളുടെ കാര്യം എന്ത് പറഞ്ഞ് വരാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തേക്ക് സംസാരിക്കണ്ടേ? അപ്പം എന്തോ നിങ്ങൾ എന്തോ മനുഷ്യരല്ലാത്ത പോലെ എന്തൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ എന്തോ പഴുതി പോകണ പോലെ. ഞാൻ പറഞ്ഞു നേരേക്ക് നീങ്ങണ പോലെ ഇങ്ങനെ അങ്ങോട്ട് പോവാ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരണല്ലേ? ഉള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് തിരിച്ച് സംസാരിക്കാനില്ല. അടുത്ത് വന്നത് എന്ത് പറഞ്ഞ് ഞങ്ങൾ പോട്ടെ പോവാ അല്ലേ പോവാ എന്തിട്ടൊക്കെയാ നിങ്ങൾ ആരെ കാണണം? എന്താ നിങ്ങൾക്ക് ധൈര്യം ഇല്ല? എന്താ കുഴപ്പം? ബാക്കിയുള്ള എല്ലാ വിഡിത്തം ചെയ്യാൻ ഈ കുടിച്ചിട്ടൊക്കെ അടിച്ചടക്കാനും ഈ ജടകളും എല്ലാം ഇപ്പം പറഞ്ഞു തുറന്നുള്ളൂ. തിരിച്ച് വിവരമുള്ള കാര്യങ്ങൾ വിഡിസ്ത്രീകൾ പറയാറില്ല, അത് തിരിച്ച് ഇങ്ങോട്ട് പറയാറില്ല, തമ്മിൽ കൊല്ലിക്കുക. ഇതെന്തൊക്കെയത്? ജീവനില്ലാത്ത അമർ ചിത്രകഥയിലത്തെ എല്ലാ ഇതിനെയും ആരാധിച്ചിട്ട് പേരും ബർത്ത് മാറ്റുക. പറയിപ്പിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും പറയുള്ളൂ. മനുഷ്യന്മാരുടെ പോലെ ഞാൻ കുറ്റം പറഞ്ഞു നടന്നിട്ടില്ല. അത് സ്പെഷ്യാലിറ്റി ആണ് ഞാൻ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറ്റം പറഞ്ഞാണ് ഈ ജടകളും പെണ്ണുങ്ങളുടെ പോലെ ഒരു തന്നെ സെയിം. ഞാനിങ്ങനെ കുറ്റം പറഞ്ഞെങ്കിൽ ഒരു ലെവലിപ്പോൾ മിച്ചമായ കാലം വെച്ച് മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ പിന്നീട് പായാണ്ട് ഒരു കാര്യങ്ങൾ ഒരു ഇതിനനുസരിച്ച് ചെയ്യും. ഞാൻ പഠിച്ച നിൽക്കും. ഞാൻ ഏത് പാവപ്പെട്ട ജോപ്പടി, ഇപ്പം ഞാൻ എവിടെ എത്ര ദൂരം ജോപ്പടി പോലെ സ്ഥലത്ത് അഭയം പ്രാപിച്ചാലും ഞാൻ അവിടെ അവിടെ വർത്താനം പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിലനിൽക്കും. അവർക്ക് അവരുടെ വിഡിത്തത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിലനിൽക്കും. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും വേറൊന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ നിലനിൽക്കും എന്ന് പറയുന്നത്. അതെനിക്ക് ഞാൻ പല രീതിയിലും സ്വപ്നം കാണാനല്ല. ഞാൻ എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഞാൻ ബോധവാനാണ് അതിനെക്കുറിച്ച്. ഇവിടെ തന്നെ ഇരിക്കണം എന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞു അതൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഇങ്ങനെ പറഞ്ഞാലും ഗാർഡിയൻ ഹാരിസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി എന്ന മീനിങ് ഗാർഡിയൻ എന്ന് പറയും. അപ്പോൾ ഞാൻ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ സൈലൻ്റ് ഗാർഡ് എന്ന് പറയുമ്പോൾ വേറെ വിദ്യാഭ്യാസമില്ലാത്തൊരു ഗാർഡ് എന്ന് പറയണം. ഗാർഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എനിക്കെന്തായാലും ഇംഗ്ലീഷ് എക്സാംസ് എഴുതിയിട്ട് ഞാൻ പുറത്തേക്ക് പോകണല്ലേ. ഈ ഇംഗ്ലീഷ് എക്സാം എഴുതി എൻ്റെ ഫിഷറീസും റൈറ്റ്സ് എഴുതിയവരെ ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരെയും ഗുഡ് കഴിക്കണം ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? വെഡ്ഡികളല്ലാണ്ട് ഇറന്നൂട്ടി വാങ്ങാനായിട്ട് ഞാൻ എന്തായാലും വെഡ്ഡികൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകണല്ലേ. എനിക്ക് ഇംഗ്ലീഷിലായിട്ട് എനിക്ക് എക്സാമും എഴുതി പുറത്തേക്ക് പോകാൻ പറ്റണമെങ്കിലും അധികം വിദ്യാഭ്യാസം വലിയ രീതിയിലില്ലെങ്കിലും ഞാൻ ഒരു വിവരം അനുസരിച്ച് ആരും പറയിപ്പിക്കാണ്ട് അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഈ ഞാനത് പറഞ്ഞു വന്നേ. അപ്പോൾ ഹാരിസിൻ്റെ കാര്യം, ഹാരിസ് പറഞ്ഞു ഞാൻ അന്ന് ഹാരിസ് എന്നുള്ള മീനിങ് ഗാർഡിയൻ ആണെന്ന് ഞാൻ അധികം ഒന്നും ചിന്തിക്കണില്ല അതിനെക്കുറിച്ച് ചെറുപ്പത്തിൽ ജനിച്ചത് തൊട്ട്. അതാണ് എനിക്ക് പിന്നെ ഞാൻ പറയാത്തത്. പിന്നെ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഹാരിസ് എന്ന് പറയുന്നത് ഗാർഡിയൻ, ആർസ് വിദ്യാഭ്യാസത്തില്ലാത്തൊരു ആരെയും ആർസൈലിന് ഗാർഡിയൻ എന്ന് പറയും. വണ്ടി ഗാഡി എന്നുള്ള വണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അത് മുഖത്ത് നോക്കി ഉള്ള കാര്യം മുഖത്ത് നോക്കി അതിനനുസരിച്ച് വരുന്നല്ലേ എന്നൊക്കെ സംസാരിച്ചോടെ. അത് നിങ്ങൾക്കില്ല. അതല്ല നിങ്ങൾ അവിടെ ഇവിടെയും ഓരോന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പല രീതിയിലായിരുന്നു കൂട്ടി വാങ്ങി പല ന്യൂസിലും ഇത്ര വർഷങ്ങൾ തീർന്നു. ഇവിടെ 3 വർഷം തീർന്നപ്പോഴേക്കും ന്യൂസിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു? അതെനിക്ക് എല്ലാം വീഡിയോ പോലെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, എല്ലാം മനസ്സിലാക്കാണ്ടല്ലോ. അത് ആരൊക്കെ എവിടെ ഏത് വീട്ടിൽ ഏത് രാത്രിയിൽ എന്തൊക്കെ നടന്നതെന്ന് ന്യൂസിൽ നിങ്ങൾക്കത് ആ ഒരു ഇതില്ലല്ലോ. 3 വർഷത്തെ കാര്യം പോട്ടെ, ബാക്കിയുള്ള വർഷങ്ങളോ എവിടെയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് പോയി. ഞാൻ ആരെ കുറിച്ച് കുറ്റം പറയാൻ പോയിട്ടുള്ള ഇംഗ്ലണ്ടിൽ അവർ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുണ്ടന്മാരാണെങ്കിൽ എന്ത് വയസ്സന്മാർ 1947 ഏതാണെങ്കിൽ മുഖത്തേക്ക് സംസാരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ബാപ്റ്റിസം ചെയ്തവരായിട്ട് അധികം കളിക്കാൻ നിൽക്കരുത്. മുഴുവനായിട്ട് ബാപ്റ്റിസം ചെയ്തവരാണ്. അത് പൂർണ്ണ അറിവോടെ അല്ലാതെ ഇരിക്കുന്നതല്ല. ഒരു സമയത്താണെങ്കിലും April 21 അതുപോലത്തെ 2019 കഴിഞ്ഞിട്ട് ഇപ്പോൾ പോപ്പ് വരെ എത്തിണ്ട്. April 21 ഈസ്റ്റർ ഡേക്ക് വീൽ ചെയറിലിരുന്നപ്പോൾ കുഴഞ്ഞ് വീണ് മരിച്ചത്.
ആൾ നല്ല ആരോഗ്യവാനായിട്ട് ഇരുന്നാൽ എനിക്കറിയാം, നല്ല സന്തോഷത്തോടെ കേക്ക് മുറിച്ച് വിതരണം ചെയ്യായിരുന്നു ആളുടെ അവിടുത്തെ റൂമിൽ. ആ പറഞ്ഞത് നിങ്ങൾ തെറ്റുണ്ട്. അത് കഴിഞ്ഞ് 2025 കഴിഞ്ഞ് ഇപ്പോൾ ശ്രീനിവാസൻ, അത് കഴിഞ്ഞ് ഇപ്പോൾ CJ റോയ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും നിങ്ങൾ ഓരോ പണ്ട് പിടിത്തരച്ചാണ് ഈ റോമിൻ്റെ പള്ളി ബോംബിട്ട് ആറ്റം ബോംബിട്ട് ഇതാക്കേണ്ട രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരുള്ളൂ. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളെ വെച്ചിട്ട് എന്താ കാര്യം? അതിനോണ്ടല്ല അങ്ങനെ ഉണ്ടാവണത്. അവിടെ നല്ലവരെ ആരെങ്കിലും കൊല്ലാൻ പോവോ? അവിടെ പാതിരികളുടെ ആവശ്യമില്ലാന്ന് ബൈബിൾ തന്നെ പറയണേ. അത് വിപരീതം ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിംസാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതല്ല ജഡ്ജ്മെന്റ് വരും എന്ന് പറഞ്ഞേ. വേസ്റ്റുകൾ അങ്ങനെ ആരാധിക്കണം, ജീവനത്തിനെ ആരാധിക്കണം, പാതിരികളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് അന്നേ എഴുതി വെച്ചാനെ. പാതിരികളുടെ ആവശ്യം നിന്ന് വിലയില്ലാണ്ട് ചെയ്യരുത്. പഴയ നിയമം പോയി എന്നൊന്നും അങ്ങനെയൊന്നുമല്ല പറയാം. പഴയ നിയമം ഒന്നും പോയിട്ടില്ല. പാതിരികളുടെ ആവശ്യമുണ്ട്, നിന്ന് എല്ലാ ദിവസം ചെയ്തുകൊണ്ടിരുന്നോന്നല്ല പറയാ. അപ്പം എല്ലാം അതിന് വിപരീതം ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾ എത്ര പാവങ്ങൾ ചമച്ചിട്ട് പാവങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ വായന്ന് വൃത്തികേട വരണം. പുറത്ത് കാണിച്ച് ഈ വിപരീതം ചെയ്തിട്ട് അങ്ങനെയുള്ള വേസ്റ്റുകളെ നിലനിർത്തിയിട്ട് കാര്യമുണ്ടാ? നിന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. കുടിച്ച് നടക്കണ വല്ല ഹിന്ദുസും ഗുഡ്കകളും കന്നഡ കാണ്ടുകളും ഇതെല്ലാം പറയുമോ? അവർക്ക് വല്ല അതിനെക്കുറിച്ച് അറിയുമോ? അവരിതിന് മേലെ യോജിച്ച് പോവോ? എന്തെങ്കിലും കുറച്ച് അറിവുണ്ടെങ്കിലും ഒരു മായയിൽ അറിയുണ്ടെങ്കിലും അവരിതിനോട് യോജിച്ച് പോവോ? അങ്ങനെയുള്ള വേസ്റ്റുകൾ നിലനിർത്തിയിട്ട് കാര്യമുണ്ടോ? അതറിയില്ലേ. ഇപ്പോൾ അതിനാകെ 26 മിനിറ്റ് ആയിട്ടുള്ളൂ. 26 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് കൂടെ ആയിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കേട്ട് പോവാം. അപ്പോൾ എല്ലാം കേൾക്കേണ്ടതെന്ന് അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ വിഡിത്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ? ഉള്ള കാര്യം ധൈര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു കാര്യം അതിൽ ഇപ്പം ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ചിന്താഭാരമുള്ളവരും കുടിച്ച് നടക്കണവരും മോഡ്സിങ്സും ഉള്ളവരും ഇങ്ങനെ ഇത് പറയില്ല. അപ്പം നിങ്ങൾക്കറിയാം അത് ആരും ശരിക്കുള്ള കാര്യം പറയണതാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലുള്ളവർ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സിനിമ നിങ്ങൾ വിചാരിക്കും കുറേ പേര് പണ്ട് ആക്ടിങ് റോമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റോമും ഈ നിങ്ങൾ വിചാരിക്കും ആക്ടിങ്ങിൽ സിനിമയിൽ എല്ലാവരുടെ മുഖങ്ങൾ കാണാം, കുറേ നാൾ ജീവിച്ചിരിക്കണ പോലെ കാണിക്കാം, അതാണ് ശരി, അങ്ങനെ നിത്യജീവൻ എന്നൊക്കെ ചിലർ ചിന്തിക്കും. അത് നിത്യധാരണയാവാം. അപ്പം അതല്ല തെറ്റ് പറയിപ്പിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതിൽ വേറെ വ്യക്തി ഞാൻ ഇപ്പോൾ ഹിന്ദുസ് മുസ്ലിംസ് റോം കത്തീസ് പറയിപ്പിച്ച് പറയണതും പേരും ബർത്ത് റേറ്റ് മാറ്റണതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരണ ഒരു ഫ്ലോവും ഇസ്രായേൽക്ക് അന്ന് പണ്ടേ തൊട്ടുള്ള കാര്യങ്ങളും ദൈവികമായതൊക്കെ വരുന്നതും സാക്രിഫൈസിൻ്റെ കാര്യം പണ്ട് ഇവിടെ ചേര രാജ അതൊക്കെ പറയാറ്. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടുത്തെ ഒരു 300 വർഷം വരെ ജീവിക്കാനുള്ള മരുന്നൊക്കെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ചൈനയിൽ നിന്ന് എവിടെയെങ്കിലും കണ്ടുപിടിച്ച് ചൈനക്കാർ മിക്കവാറും കണ്ടുപിടിക്കുക അങ്ങനത്തെ മരുന്ന്. ഇപ്പോൾ കൊറോണയുടെ ഒരു ഇത് വന്നിട്ടില്ലേ, നമുക്ക് കൊറോണയുടെ ഇത് വന്നിട്ടില്ലേ, എന്താ പറയുക, കൊറോണയുടെ ആൻറ്റിഡോട്ടും ആൻറ്റിബയോട്ടിക്കും അതൊക്കെ തിരിച്ച് നമുക്ക് ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കൊറോണ ഷേപ്പിലുള്ളത് അതിൻ്റെ നേരെ മറിച്ച് ട്രയാങ്കിൾ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ അത് നിത്യജീവൻ ഒരു 300 വർഷം വരെ ജീവിക്കാനുള്ള പിടിച്ച് നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വേറെ ഭൂമി കണ്ടുപിടിക്കണോടത്തോളം കാലം അത് അവിടെ നിന്ന് സ്പേസിൽ പോയി അവിടെ നിന്ന് ജീവിക്കേണ്ട കാര്യം. അതിനെയും പുതിയ ആകാശം പുതിയ ഭൂമി ഒരു സാക്രിഫൈസ് രീതിയിൽ മിഥ്യമയം പാലിച്ച് ജീവിച്ച് ശ്രമിച്ച് കാര്യങ്ങൾ ചെയ്യണതിന് കാര്യങ്ങൾ വരുന്നത് പുനരുദ്ധരിച്ച് ജീവിക്കണതിന് 300 വർഷം വരെ ജീവിച്ച കുറച്ചിലാവോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശരീരം പ്രിസർവ് ചെയ്ത് കാര്യങ്ങൾ അടങ്ങി എത്ര വയസ്സായാലും അതൊക്കെ അങ്ങനെയൊക്കെ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെയോ പറയാം, നിത്യജീവൻ എന്നും പറയാം, അതിനൊക്കെ പറയാം. അപ്പോൾ അതിന് ചിലർ പറയും സ്പിരിച്വൽ പുനർജന്മം, വേറൊരു ജന്മം നല്ലൊരു ഇതിന് വരണം സ്പിരിച്വൽ. അത് ജീവനില്ലാത്തവരെ ആരാധിക്കാണ്ട് വിപരീതം ചെയ്യാണ്ട് വരണം, ജീവനില്ലാത്തവരെ ആരാധിക്കാണ്ട് സ്പിരിച്വൽ റിസറക്ഷൻ എന്ന് പറയും. ചിലർ പറയും ഫിസിക്കലി ആയിട്ട് ഇങ്ങനെയുള്ള 300 വർഷം വരെ ജീവിക്കാനുള്ളത് നിലനിന്ന് പോണ കാര്യമാണെന്ന് പറയും.
ചിലർ പറയും സ്പിരിച്വൽ, നമ്മൾ യേശുവിടെ ഒരു സ്പിരിച്വൽ നമ്മൾ കണ്ട് ഒരു കോസ്മിക് വിഷനിൽ നമ്മൾ കണ്ടിട്ട് ഒരു യേശു വരണ കണ്ടിട്ട് അതിൻ്റെ സ്പിരിച്വൽ ടീച്ചിങ്സ് അതൊക്കെ കേട്ട് മനസ്സിലാക്കി സ്പിരിച്വൽ എൻലൈറ്റനിങ് ആവും, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആവും എന്നാണ് പറയണേ. അപ്പോൾ അതിലും കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഫുള്ള് നല്ല അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ വരണം. അപ്പോൾ നിങ്ങൾ ഈ വിടുത്തവും പറഞ്ഞ് ഇതിലിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയണം. ഇപ്പോൾ ഈ ബ്രഹ്മത്യ പറയാനുള്ളത് പറഞ്ഞു തീർന്നു, മനസ്സിലാവുമല്ലോ. അപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്തവരും കുടിച്ച് ദ്രഗടിച്ച് നടക്കണവരും അവരിത് പറയുമോ? അത് മനസ്സിലാക്കണം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഫ്രോഡ് തരം കാണിക്കണ റോസം എല്ലാവരും പോലീസുകാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള കാര്യം നിർത്തണം. മെറ്റീരിയലിസ്റ്റിക് രീതിയുടെ പിന്നാലെ പാഞ്ഞിട്ട് ഒരു നേരത്തിന് കുട്ടി വാങ്ങിയിട്ട് കാര്യമില്ല, CJ പോലെ. അപ്പോൾ പോലീസുകാർ തന്നെ അതിനെ അടക്കേണ്ടത്. പക്ഷെ നിങ്ങളത് പോട്ടെ ഇങ്ങനെ ലഘൂകരിച്ച് പോവാണ്, ലഘുവായിട്ട് കണ്ട് അത് സൂക്ഷ്മ വീക്ഷണം വേണം. എവിടെ തെറ്റ് അതുകൊണ്ട് ഇങ്ങനെ ഫ്രോഡ് എക്സാം, ഹെൽപ്പ് എക്സാം എഴുതി ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോ. ടീച്ചേഴ്സ് ഓരോന്ന് പിള്ളേർക്ക് ബുക്സ് മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബുക്സ് നോക്കി പഠിച്ചിട്ട് എന്താ കാര്യം? എല്ലാ പരീക്ഷയിലും 6500 വെച്ചിട്ട് ഒരു സബ്ജക്റ്റിന് ഒരു 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 ഇപ്പോൾ ഒരു 1000-2000 കുട്ടികളെന്ന് വിചാരിച്ചോ, ഒരു സബ്ജക്റ്റിന് വെച്ചിട്ട് 6500 രൂപ മേടിക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവസാനത്തെ ബാച്ചിൽ 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് 6500 മേടിച്ചു കഴിഞ്ഞാൽ എത്ര 2000 വെച്ച കുട്ടികൾക്ക് തന്നെ എത്ര 6500 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അനധികൃതമായ കാശ്. എന്നിട്ട് അനധികൃതമായ കാശ് മേടിച്ച് ഞെളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട ജോലി ചെയ്യാൻ പലയിടത്തേക്കും വിട്ടിട്ട് കൊറോണ പോലത്തുള്ള ഒരു മരുന്ന് കുട്ടി വാങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? എന്നിട്ട് അത് പോലീസുകാർ നിയന്ത്രിക്കണം. ഇങ്ങനെ അത് സർവ്വസാധാരണ. അവിടെ ബാംഗ്ലൂർ പോലീസുകാരോട് ചോദിച്ചാൽ ബാംഗ്ലൂർ പോലീസുകാർ പറയും അവിടെ ഹെൽപ്പ് അവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ ബാംഗ്ലൂർ പോലീസുകാർ ഇതിനേക്കാളും വലിയ വെട്ടികളാണ്, ചെകുത്താൻ വെട്ടികൾ. അവരോട് ചോദിച്ചാൽ അവിടെ ഒന്നും ഇല്ല അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. പറയേണ്ട രീതിയിൽ പറയാം. CJ കുറിച്ച് തന്നെ പറഞ്ഞ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ വൃത്തികെട്ട പെട്ടത്തലയും കോഹലാലും കൂടെ കൈ കെട്ടിപിടിച്ച് തോളത്ത് കൈയിട്ട് നടന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും തോളത്ത് കൈയിടാൻ വന്നിട്ടില്ലായിരുന്നു, മുഖത്തേക്ക് സംസാരിക്കണില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇത്ര തടിച്ച് വീർത്ത് വന്നിട്ട് അത് ഇപ്പം തന്നെ പറഞ്ഞു തരുന്നു. വെടിവെച്ച് സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ സ്വന്തം അനധികൃതമായ കാശ് സ്വന്തം കള്ളത്തരം ചെയ്തു എന്നുള്ള ഇതുള്ളത് കൊണ്ട് ആത്മാവ് നഷ്ടപ്പെടുത്തണ പോലെ സ്വയം വെടിയുതിർത്ത് ഇല്ലാണ്ടാക്കാണ്. അത് വലിയ കാര്യമുണ്ട്. നിങ്ങളുടെ വെടിത്ത അതനുസരിച്ച് മനസ്സിലാക്കാനുള്ള കാര്യവരാണ്, അല്ലാണ്ട് ആകാശത്തോടെ വരും മറ്റേത് വരുന്നത് തന്നെയല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഏതെങ്കിലും അങ്ങനെയുള്ളവർ പറയുമോ? കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നവർ പറയുമോ? ഇല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ കാര്യമെന്ന്. പിന്നെ എത്ര റിവ്യൂ കൊടുത്താലും അവരുടെ കോളേജിൻ്റെ റിവ്യൂ പലരും എഴുതിയിട്ടുണ്ട്. ഒരു 4-5 റിവ്യൂ ഉണ്ട് ഓരോ കോളേജിൻ്റെ റിവ്യൂവിൽ. ഇത് ഇങ്ങനെ ഫ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കാശ് മാത്രം മേടിക്കുന്നതാണ് ഇവരുടെ പണി, ബാക്കി ഫുഡ് ക്വാളിറ്റി ഇല്ല. ഞാൻ പോയതല്ല. ഞാനതൊന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ ഇപ്പോൾ നല്ല നോക്കണ്ട്. ഞാൻ മെലിഞ്ഞൊരു തരം 65 കിലോ പോലെ വേറെ ടൈപ്പായി. എന്നുവെച്ചാൽ അവിടുത്തെ ഫുഡ് എല്ലാം മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ ചേർത്ത് എന്തൊക്കെയാണ്. അപ്പോൾ ആരോഗ്യത്തോടെയുള്ള ലോ ക്വാളിറ്റി ഫുഡാണെന്ന് പറയും. ലോ ക്വാളിറ്റി ഫുഡ് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ലോ ക്വാളിറ്റി ഫുഡ് അരിയും കുക്ക് ചെയ്തിട്ട് പുഴു പിടിച്ച അരിയും കുക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആ ടൈപ്പിലുള്ളത് എന്തായാലും നമുക്ക് കഴിക്കാൻ തോന്നും, പക്ഷേ പറയാം. പിന്നെ അങ്ങനെ അനധികൃതമായി കാശ് മേടിക്കണവരാണ്, ഹെൽപ്പ് എക്സാം കൊടുക്കണവരാണ്, ടീച്ചേഴ്സ് വരെ ഫ്രോഡുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നടപടി വേണം. പക്ഷെ അതല്ല, നിങ്ങൾ പോലീസുകാർ അതന്നെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ലഘുവായിട്ട് കണ്ട് ഇങ്ങനെ വൃത്തികെട്ട ജോലി ചെയ്യാനായിട്ട് പലരെയും പുറത്തേക്ക് അയക്കുകയാണ്. മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ മിത്യഭയം പാലിക്കാണ്ട് ഇങ്ങനെ അതിന് പിന്നാലെ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുക. മെറ്റീരിയലിസ്റ്റിക് അതിന് പോയി പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറേ എണ്ണം ഇറന്നൂട്ടി വാങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയക്കുക. ഞാൻ ഒരു മിതമായ കാര്യത്തിൽ മിത്യവും ഒരു കാര്യം പറഞ്ഞ ഒരു നല്ലൊരു ഇതിൽ പറഞ്ഞാലും മനോഭാവത്തിൽ പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് അങ്ങനെയാന്ന് പറഞ്ഞാലും നിങ്ങളതിൽ ഇങ്ങനെ ആ കണ്ടുപിടിക്കണ രീതിയല്ല. വീണ്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാം.
പിന്നെ അത് പോട്ടെ, ഇവിടെ ആരും നന്നാക്കാനൊന്നും പോകണില്ലേ, അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാൻ. എൻ്റെ ഉയരം ഇപ്പോൾ ഗ്രേ പാൻറ്റ് വൈറ്റ് ഷർട്ട് ഇടുമ്പോൾ ഭയങ്കര കറുത്ത മുഖങ്ങളാണ്. പിന്നെ അങ്ങനെ വേറെ സ്ഥലങ്ങൾക്ക് മാറി വരുമ്പോൾ അതൊക്കെ അറിയണ കാര്യമാണ്. ഉയരത്തിൽ നിൽക്കുമ്പോൾ ചെറിയ ഉയരമാണ് അവർക്ക്, അപ്പോൾ അതിലൊന്നും വരില്ല. എനിക്ക് അങ്ങനെ 91 to 95 സിനിമകൾ ഇറങ്ങുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണില്ലേ. കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കണവരെയും ഞാൻ കുറ്റം പറഞ്ഞ് നടക്കണമെന്നാമത് ആരെക്കുറിച്ചും ഡിസ്കസ് ചെയ്ത് നടക്കണല്ലേ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വേറെ വ്യത്യാസമുണ്ട്, അത് തിരിച്ചൊന്നും നിങ്ങൾ പറയാൻ പറ്റില്ലായിരിക്കും. ഇത് ഡിസ്കസ് ചെയ്യണത്, കുറ്റം പറഞ്ഞ് നടക്കണത് മനുഷ്യന്മാരെ പോലെ ഞാൻ കുറ്റം പറഞ്ഞ് നടക്കില്ല. അത് എൻ്റെ ഒരു പ്രത്യേകത വിചാരിക്കാം. അത് ഞാൻ കൊട്ടിഘോഷിച്ച് നടക്കണല്ലേ. നിങ്ങളെ പോലത്തെ ഡ്രഗ് അടിച്ച് കുട്ടികടിച്ച് നടക്കണവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വലിയ അതിനേക്കാളും വലിയ വെടുത്താണല്ലോ തമ്മിൽ കൊല്ലിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കില്ല, ക്ഷീണം വിഷമം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണോ? അങ്ങനെയൊക്കെ ഉള്ളത് എന്താ കാര്യം? കുട്ടിക്കാൻ കഴിച്ച് എൻ്റെ കാര്യം കുട്ടിക്കയുടെ പാക്കറ്റും കള്ളിൻ്റെ ഗ്ലാസും ഒഴിച്ചും ഒരു വെറും ഗ്ലാസ് വരെ ആരും എൻ്റെ കയ്യിൽ തരില്ലല്ലോ. അല്ലെങ്കിൽ വേറെ എന്താണ്, ഒരു കുട്ടിക്കയുടെ പാക്കറ്റ് സിഗരറ്റ് ഒന്നും ഞാൻ മേടിക്കാൻ പോയിട്ടില്ലല്ലോ അതൊന്നും. അപ്പം മനസ്സിലാക്കാം, നിങ്ങൾ വേറെ ഏത് വീട്ടിലും സ്വപ്നമായിട്ട് കാര്യമില്ല. ചിടുങ്ങളെ നിരങ്ങി നീക്കണം. നിങ്ങൾക്ക് ദയവ് തോന്നുന്നു ജീവനത്തിൽ ആരാധിച്ച് അങ്ങനെ ഒരു തരം കൊല്ലിച്ച് നടക്കണ പോലത്തെ വർത്തമാനത്തിന് തമ്മിൽ കൊല്ലിക്കുക, ഫിസിക്കലി തമ്മിൽ കൊല്ലിക്കുക, സ്പിരിച്വലി എല്ലാത്തിനും വർത്തമാനത്തിൽ തമ്മിൽ കൊല്ലിക്കുക, ഫിസിക്കലി തമ്മിൽ കൊല്ലിക്കുക, സ്പിരിച്വലി തമ്മിൽ കൊല്ലിക്കുക, ജീവനില്ലാത്തവരെ ആരാധിക്കുക. എടാ, അമർ ചിത്രകഥയിൽ പല കഥകളുണ്ടാവും. അതിലത്തെ രാജാക്കന്മാർ മുനികളെ എല്ലാത്തിനും ആരാധിച്ച് എന്താവും? ഇപ്പോഴും പല മുനികളുണ്ടല്ലോ, പല കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണ പലരും ഉണ്ടോ, ചിടുങ്ങളും പലരും ഉണ്ടോ. ഇതിനൊക്കെ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അമർ ചിത്രകഥ മാത്രമുള്ളൂ ഇവിടെ. എടാ, ഒരു ജീവനുള്ള കാര്യം എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസഹാക്കിന് പകരം ചെയ്ത് അതിനെ സ്തുതിക്കുക, അതിനെ ആരാധിക്കാൻ അവർ പറഞ്ഞിട്ടില്ലേ. സ്തുതിക്കുക, ആ സിറ്റുവേഷനെ കുറിച്ച് സ്തുതിക്കുക, അതിനെക്കുറിച്ച് പറയാം. ആ ജീവനുള്ള കാര്യം ചെയ്തതിന് സ്തുതിക്കുക, ജീവനെ കുറിച്ച് സ്തുതിക്കുക, അതാ പറയണേ. ജീവനുള്ള കാര്യത്തിന് സ്തുതിക്കുക, അതിനെ ആരാധിക്കാൻ അവർ പറഞ്ഞിട്ടില്ലേ. നശ്വരമായതിനെ ആരാധിക്കുക എന്ന് പറയുന്നത് സ്തുതിക്കുക എന്ന് പറയണ വ്യത്യാസമുണ്ട്. അതിനോർത്ത് സ്തുതിക്കുക, താങ്ക്ഫുൾ ആവുക. അതിനെ ആരാധിക്കേണ്ട കാര്യമില്ല. ജീവനത് നശ്വരമായതിനെ ആരാധിക്കേണ്ട കാര്യമില്ല. പാതികളുടെ ആവശ്യമില്ല. ശാപമായി ജോലി വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ട്, വീണ്ടും ഉളവള പോലെ കേട്ടിട്ടും ഉളവൾ കേട്ടിട്ട് വീണ്ടും വെട്ടിത്ത് റിപ്പീറ്റ് ചെയ്യാം. നശ്വരമായതിനെ ആരാധിക്കാൻ അങ്ങനെ സാങ്ഷൻ കൊടുത്താനെ, ഉത്തരവ് കൊടുത്താനെ, എഴുതി വെച്ചാനെ, അതൊന്നും ആ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളും ഹിജടകളൊന്നും പറയില്ല അറിയാലോ. അപ്പോൾ ഈ മനുഷ്യന്മാരെ ആരാധിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനതിൽ പറഞ്ഞാൽ മനുഷ്യന്മാരെ ആരാധിക്കാൻ നിന്നാൽ മനുഷ്യന്മാരെ ആരായാലും അതിനകം ആരാധിക്കാൻ നിന്നാൽ നിങ്ങൾ പെടും, പുഴുത്ത് ഇതാകണം പോലെ പെടും. നിങ്ങളുടെ ആത്മാവ് വരെ പുഴുത്ത് ഇല്ലാണ്ടാവണം പോലെയാവും. മനുഷ്യന്മാരെ ആയാലും നശ്വരമായത് എന്നെ ആരാധിക്കരുത്. അത് നിത്യജീവൻ, അതിനെക്കുറിച്ച് ജീവനെക്കുറിച്ച് സ്തുതിക്കാനാണ് പറയണേ, അതിനെ ആരാധിക്കണ്ട. സ്തുതിക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാനുള്ള ബോധ്യം. താങ്ക്ഫുൾ ആവുക, സ്തുതിക്കുക കൈമുള്ളിൽ സ്തുതിക്കുക. അതിനെ ആരാധിക്കുക എന്ന് പറയാൻ പറ്റില്ലേ. സ്തുതിക്കുക, ജീവനില്ലാത്തതിനെ ആരാധിക്കാൻ പാടില്ലേ. ജീവനുള്ളതിന് സിറ്റുവേഷനെ കുറിച്ച് ഇസഹാക്കിന് പകരം ആ വംശാവലിയിൽ വന്നതിനെ സ്തുതിച്ച് ജീവനുള്ളതിന് കാര്യം ചെയ്തതിന് സിറ്റുവേഷനെ ഓർത്ത് സ്തുതിക്കുക, അതിനെ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കണം. പോലെ എന്താ ചെയ്യുക? വേസ്റ്റുകൾ എന്തായാലും നിലനിൽക്കില്ല. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതില്ല. നശ്വരമായതിനെ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല, ആവശ്യമില്ല. വേസ്റ്റുകൾ എന്തായാലും നിലനിൽക്കാൻ പോകണില്ല. വേസ്റ്റുകളുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല എനിക്ക്. പിന്നെ 2029 വരെ സമയം തന്നുകൊണ്ട് മാറാനുള്ളവർ മാറാം, അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ പരക്കം പായും. 3 ഷിജീനും പെട്ടതലയനും അറക്കണ പേരും വെച്ച് ഉള്ളവരില്ലാണ്ടായല്ലേ വെസ്റ്റ് ബംഗാൾക്കാരിയൊക്കെ. പിന്നെ CJ റോയ് ഉണ്ടാവില്ല, ഒരാളിവിടെ ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ പരക്കം പായും. അതിന് മുമ്പ് മാറാനുള്ളവർ മാറിക്കോ. 29 എന്തായാലും ഇങ്ങനെ ജീവനില്ലാത്ത ആരാധിക്കാനൊന്നും പറയിപ്പിച്ച് പറയണവരും ബാക്കിയുള്ള വെഡികളാക്കണവരും 90 വയസ്സ് വരെ തന്നെ ജീവിക്കാൻ പോകുന്നുള്ളത്. ശ്രീദേവിയും അങ്ങനെയുള്ള ഒരു ഫേക്ക് പേരുള്ളവർ പലരും 55 വയസ്സിലൊക്കെ ഇല്ലാണ്ടായില്ലേ. അപ്പം നട്ടം തിരിയരുത്. എത്ര പറഞ്ഞാലും വിഡ്ഢികളായി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. ധൈര്യം ഇല്ലാത്തവരാണ് പെട്ടെന്ന് വിഷമം കുടിച്ച് ഡ്രഗ്സ് നടക്കണവരും കുട്ടിക്കടിച്ച് നടക്കണവരും. അത് മനസ്സിലാക്കാൻ പഠിക്കണം. അവർക്ക് തമ്മിൽ വിവരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. വിഡ്ഢികളായ സ്ത്രീകൾക്കും തമ്മിൽ ഹിജടകളെ പോലെ മുണ്ടും ഷർട്ടിട്ട് നടക്കണവരും, ചിന്തഭാരമുള്ളവർ, പണ്ട് 12 വയസ്സ് തൊട്ട് കുടിച്ച് ഡ്രഗ്സ് നടക്കണവർ. അങ്ങനെയാണ് ഞാനാണ് നിങ്ങൾക്ക് പകരം കുടിച്ച് ഡ്രഗ്സ് നടക്കേണ്ടത്.
ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ചെയ്യണം, എന്താ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ വരണേ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വീട്ടിലത്തെ ഏഴാമത് മൂന്നാമത് രണ്ടാമത് ജനിച്ചവരെയും പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല. ഇത് വീട്ടിൽ രണ്ട് ഭാഗത്ത് മൂത്തതായിട്ട് ജനിക്കേണ്ടതാണെന്ന് നന്നായിട്ട് അറിയാം. നല്ല ഉയരത്തിൽ വരണമെന്ന് നിങ്ങൾക്കതാണ് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാത്തതും നിങ്ങൾ കുടിച്ചിട്ട് കടിച്ച് നടക്കുന്നതും കുട്ടിക്കഴിച്ച് നടക്കുന്നതും പലരിന്നും ഈ വെടിത്തം മേടിച്ച് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. വിവരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ആരും പറയിപ്പിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും. ചെടികൾക്ക് വരെ നിങ്ങൾ പറയിപ്പിച്ച് കൊടുക്കണേ, നിരങ്ങി നീക്കണവർ അങ്ങനെ ചെയ്യരുത്. എന്താ കാര്യം ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ നിലനിർത്തിയിട്ട് കാര്യം എന്താ? ഒരു ഗാണ്ടു ഹിന്ദുക്കൾ വന്നോണു. നിങ്ങൾക്ക് നാണമല്ലേ മുഖത്തേക്ക് സംസാരിക്കാണ്ട് ചെടുങ്ങളെ നിരങ്ങി നീക്കണതിന്? ഒരു ഇങ്ങനെ പറയിപ്പിച്ച് പറഞ്ഞ് എരന്ന് കൂട്ടി പുഴുത്ത് ചാവാൻ റെഡി ആയിരിക്കണവർ. അവിടെ ഗാണ്ടു ഹിന്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തിരിച്ച് മുഖത്തേക്ക് സംസാരിക്കാനില്ലല്ലോ. ഇങ്ങനെ വേസ്റ്റായിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക്? ഇനി അതനുസരിച്ച് അറിഞ്ഞിട്ടും അറിയാണ്ട് സംസാരിക്കുന്ന വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും നീ ബേ എന്ന് പറഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റുമോ? തലേക്ക് സുഖമില്ലാത്ത പോലെ നീ അല്ല ആണെന്ന് പറഞ്ഞിട്ട് നീ ആരാണ്? നീ സ്വയം സമാധാനിപ്പിക്കുകയാണോ? നിൻ്റെ പോലെ വിഡ്ഢികളെ നിങ്ങൾ സ്വയം സമാധാനിപ്പിച്ചിട്ട് പുഴുത്ത് ചത്തിട്ട് പെണ്ണുങ്ങളും ഹിജറകളും നിൻ്റെ പോലെ തമ്മിൽ കൊല്ലിക്കണം. നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടോ അങ്ങനെ ജീവിച്ചിട്ട്? ഇനി ജീവിതം എന്ന് പറയാൻ പറ്റുമോ? പോയി ദൈന്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പോയി ചാവാൻ നോക്ക്. ഇങ്ങനെയുള്ള ഗാണ്ടു ഹിന്ദുക്കളും മുസ്ലിംസും ഗാണ്ടു യാക്കോബൈറ്റും ഗാണ്ടു റോമൻ കാത്തലിക്സും ഒന്നും ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. ഗാർഡ് സൈലൻ്റ് ആയിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. നിങ്ങളുടെ തോൽവിയാണോ അവിടെ ഏറ്റവും വലിയ? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ തോൽവിയിൽ ഇങ്ങനെ നടന്നിട്ട് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഹിജറകളായിട്ടും എന്താ കാര്യം? കുറ്റം പറഞ്ഞ് നടക്കുക. മനുഷ്യരാണെങ്കിൽ ധൈര്യമായിട്ട് നടക്കണം. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുക. ഇങ്ങനെ ചെടുങ്ങളെ നിരങ്ങി നീക്കുക. വല്ല കാര്യമുണ്ടോ അങ്ങനെ ജീവിച്ചിട്ട് നിങ്ങൾ? ഒരു കാര്യം പറയുന്നെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാലോ. ഒരു കാര്യം ഇവിടെ പറഞ്ഞത് കറക്റ്റായിട്ട് സ്പഷ്ടമായിട്ട് അങ്ങോട്ട് കേൾപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തരംഗം നിൽക്കുന്നതെന്ന് അറിയാലോ. അവിടെ അതിനുള്ളത് വേറെ കിട്ടിയിട്ടുണ്ടാവുന്നത് എത്ര ദൂരെയാണെങ്കിലും. നിങ്ങൾ മൂമ്മന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഈ വേശ്യകളുടെ കൂടെ ഖുറാൻ എഴുതി നടക്കണം, ഈ വെടിത്ത ബുക്ക് എഴുതി വെച്ച് നടക്കണം, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. വെഡികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? വേശ്യകളുടെ പിൽസ് അബോർഷൻ ചെയ്ത് നടക്കണവർ ഭാര്യമാരെ അവർക്കില്ല. ഇങ്ങനെയുള്ള മൂമ്മന്മാരും ഡ്രഗ്സ് അടിച്ച് പടുവെടി പുസ്തകങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അമർ ചിത്രകഥ എഴുതി വെക്കണം. ഹിന്ദുസും മുസ്ലിംസും യാക്കോബൈറ്റും റോമൻ കാത്തലിക്കും എന്തിനെങ്ങനെയുള്ളവർ നിലനിർത്തിയിട്ട് കാര്യം? വേസ്റ്റുകളെ എടി വെഡി സ്ത്രീകൾക്ക് തമ്മിൽ ഹിജടകൾക്കും മുണ്ട് ചട്ടിട്ട ഹിജടകൾക്കും കള്ളം കുടിച്ചിട്ട് അക്കടിച്ച് നടക്കും തമ്മിലൊന്നും പറയാറിയില്ല. വിവരം പറഞ്ഞു കൊടുക്കാറിയില്ല. പിന്നെ ഇതിനെ തോൽക്കാനായിട്ട് ജനിച്ചാണ് നിങ്ങൾ. തോൽവികളാണെങ്കിൽ നിങ്ങൾ തോറ്റ വേർഡ്സ് പറഞ്ഞിരിക്കും. വല്ല കാര്യമുണ്ടോ അതിന്? അതിനെ പറയാൻ പറ്റുമോ? നിരങ്ങി നീക്കണേനെ വിവരമുള്ള വാക്കുകൾ എൻ്റെ വായിന്ന് വരുമ്പോൾ അറിയില്ലേ? ഡിസ്കഷൻ ചെയ്യണല്ലോ, കുറ്റം പറഞ്ഞ് നടക്കണില്ലേ? ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് പറയാനുണ്ട്. അതിന് കുടിച്ച് ലക്ക് കേട്ട് നടക്കുക, ഡ്രഗ് അടിച്ച് ഗുട്കയും കഴിച്ച് ബീഡിയും വലിച്ച് ധൈര്യമില്ലാത്തവരുടെ ശോഷിച്ച പരിപാടിയല്ലേ ഇത്? ശോഷിച്ച അവസ്ഥ. എടാ അത് നീ വലിയ വിഡ്ഢി ഉപദേശകനാണെങ്കിൽ ശരിക്കുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ മാറ്റാൻ പഠിക്കുക. അവിടെ വിഡ്ഢിത്തം ചെയ്ത് റോമൻ കാത്തലിക്സ് മൂവന്മാരെന്താ പറയുക, വിഡ്ഢിത്തം ചെയ്ത് നടന്നോ, പാതിരി വേഷം ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് ഈ വിഡ്ഢിത്തം തുടർന്നോ, കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നോ, കുറ്റം പറഞ്ഞ് നടന്നോ എന്ന് പറയാം. ഹിന്ദുസും മുസ്ലിംസും യാക്കോബൈറ്റും അതാണ് ചെയ്യേണ്ടത്. തരംഗം അതാണ് പറയുന്നത്. ഇങ്ങനെ വേസ്റ്റുകളെ നിലനിർത്തേണ്ട കാര്യമില്ല. പാതിരികൾ ആ റോമിന്, എൻ്റെ പേര് ഹാരിസ് ആണെങ്കിൽ, ആ റോം എന്ന് പറഞ്ഞാൽ വിഡ്ഢി പള്ളി ഉണ്ടല്ലോ, പാതിരികളെ എല്ലാം കൂടി നിൽക്കുമ്പോൾ ആറ്റം ബോംബ് ഇട്ട് നശിപ്പിക്കണം. പോപ്പ് 22 ഏപ്രിൽ 21 ചത്തത്, ഈസ്റ്ററിന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണത്, ഹാർട്ട് അറ്റാക്ക് ആ രീതിയിലാക്കണം അതിനെ. അപ്പം മനസ്സിലാവും ബൈബിളൊന്നും വായിക്കാണ്ട് വിപരീതം ചെയ്യുന്നത് തെറ്റാന്ന്. ഇത് ശരി പറയണവരെ നീ അവഗണിക്കുക. എടാ കുറ്റം പറഞ്ഞ് നടക്കാനും ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിക്കാനും കുറേ വിഡ്ഢി എന്നിട്ടാണ് പാതിരികളുടെ ആവശ്യമില്ല. ശാപം പിടിച്ച ജോലി നിന്ന് വിലയാണ്ട് ചെയ്തോ, ജീവനകത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്നോ, കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നോ എന്ന് പല വിഡ്ഢികളും പറയും. മൂമ്മന്മാർ പറയും റോമൻ കാത്തലിക്ക് ശരിയാന്ന്, വിഡ്ഢിത്തം ശരിയാന്ന്. അതാണ് ഞാൻ അവിടെ പറയണേ. ശരിക്കും പറഞ്ഞെടുക്കാൻ മാറാൻ തയ്യാറാവാത്തത് എന്താ? നിങ്ങൾ 2029 വരെയെങ്കിലും ഇങ്ങനെയുള്ള റോം പള്ളിയും ഇങ്ങനത്തെ വൃത്തികെട്ട, അതൊരു വൃത്തികെട്ട എക്സാമ്പിൾ ആയിക്കോട്ടെ. റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്യണം. പാതിരികളെല്ലാം കൂടി നിൽക്കുമ്പോൾ ആറ്റം ബോംബ് ഇട്ട് നശിപ്പിക്കണം ആ പള്ളി. ഇങ്ങനെയുള്ള പള്ളികൾ നിലനിർത്തിയിട്ട് കാര്യമില്ലേ? വേസ്റ്റുകൾ നിലനിർത്തിയിട്ട് കാര്യമില്ലേ? അധികഭാരമാണ് ഭൂമിക്ക്. എല്ലാം വിപരീതം ചെയ്യണം അവരെ. എന്തിനാണ് ഇങ്ങനെയുള്ള ആദിവാസികൾ? ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മാറും, ഏതോ ആദിവാസിയാണെങ്കിലും. അല്ലെങ്കിൽ എനിക്ക് അവരോട് ശത്രുത ഇങ്ങോട്ട് അങ്ങനെ ഇല്ല, വേസ്റ്റുകൾ അങ്ങനെ ശത്രുത ഉണ്ടായി അവർ പറയണ വെഡിത്തം ഞാൻ അനുകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ ദേഷ്യത്തിലല്ലേ സംസാരിക്കുക? അല്ല ഒരു ദിവസം ഞാൻ അവിടെ നല്ല കാര്യങ്ങൾ സംസാരിച്ചു. എന്താ പറഞ്ഞേ?
അങ്ങനെ ഞാൻ അങ്ങനെ അവർ ഡാഡി മമ്മി പുറത്ത് പോയിക്കുക, അവർ നിങ്ങളെ ഇവിടെ അവിടെ പോയിക്കാണ് പറഞ്ഞു. അവിടെ ഞാൻ സിജോ ഉണ്ട്. അപ്പോൾ ഞാൻ സിജോ ഇവിടെ തമ്മിൽ ജോലി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ സിജോ അവിടെ സിജോയുടെ ശബ്ദം കേട്ടപ്പോൾ തോന്നി ഗൾഫിൽ പോയിക്കാം അല്ലേ, ശരി അവിടെ ചോദിക്കാം മക്കൾ. ഞാൻ നല്ല ഭക്ഷണം റെഡി ആക്കിയിട്ട് പുതിയ ട്രൈ ചെയ്യാൻ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ പിള്ളേർ 7:30 അതിൻ്റെ വൃത്തികെട്ട മനസ്സോട് പറഞ്ഞാൽ എനിക്കറിയില്ല. 7:30 7:45 ഞങ്ങൾ വെണ്ടൂരൊക്കെ നേരത്തെ കഴിച്ച് ഉറങ്ങും. അപ്പോൾ അത് വിചാരിച്ചോളൂ. അപ്പോൾ ശരി ഗുഡ് നൈറ്റ് പറഞ്ഞ് വന്നു. അല്ലെങ്കിൽ എനിക്ക് അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെയാണ് സംസാരിക്കുക. എടാ പെരുമാറാൻ പഠിക്കാം. നിങ്ങൾ ഈ കുടിച്ച് ഡ്രഗ് അടിച്ച് വിപരീതം ചെയ്തിട്ട് ഞരന്ന് കൂട്ടി വാങ്ങാതെ നിങ്ങൾ പെരുമാറ്റം എന്ന് പറഞ്ഞിട്ട് അധികം സംസാരിക്കാത്തവരും അധികം സംസാരിക്കണവരും ആൾക്കാർ ഇതില്ലാത്തവരും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഇതാ ഞങ്ങളെ പെരുമാറ്റം അരന്ന് കൂട്ടി വാങ്ങുന്നത് തെറ്റ് ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നോട് ഇതാണോ നിങ്ങളെ പെരുമാറ്റം എന്ന് എന്നോട് ചോദിപ്പിച്ചിട്ട് എന്താ കാര്യം? ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കണ മുസ്ലിംസ് പേര് ബർത്ത്ഡേറ്റ് മാറ്റണം ഷിജിന്. മൂമ്മന്മാരൊക്കെ എന്താ ചെയ്യുക സാധാരണ? ഈ റോമൻ കാത്തലിക്സ് ശരിയാന്ന് പറയും. അത് വേൾഡ് ട്രേഡ് സെൻ്ററിലുണ്ടായത്. റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും ബൈബിളിന് വിപരീതം ചെയ്തിട്ട് എല്ലാം വിഡിത്തം കൊണ്ട് നടക്കണമെന്ന് ഞാൻ ശരിക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മാറ്റണമെന്ന് പറയുമ്പോൾ നിങ്ങളത് അവഗണിക്കാണ്. പിന്നെ ഈ വേസ്റ്റുകളെ നിലനിർത്തിയിട്ട് കാര്യമുണ്ടോ? എടാ വക്കീലുകളും ജഡ്ജ്മെൻറ്റ് എന്താ ചെയ്യുക? കൊലപാതകം ചെയ്തവരും കള്ളവാദം നടത്തി അവിടെ വിവാഹമോചനം ഡൈവോഴ്സ് ചെയ്തു. അതാണ് ഞാൻ അവിടെ പറയണേ. മെറ്റീരിയലിസ്റ്റിക് നേച്ചറുള്ള എല്ലാ കാര്യം അവിടെ പറയണ്ട. എടാ സ്പിരിച്വൽ കാര്യം നിങ്ങൾ വിപരീതം ചെയ്യണേ. വിപരീതം ചെയ്ത് വിഡിത്തം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ചെടുങ്ങളെ നേരത്തെ നീക്കുമ്പോൾ ഗാണ്ടു ഹിന്ദുസ്, ഗാണ്ടു മുസ്ലിംസ്, ഗാണ്ടു മൂമൻ, ഗാണ്ടു യാക്കോബൈറ്റ്, ഗാണ്ടു അങ്ങനത്തെ വിഡ്ഢികളായിട്ട് കാര്യമുണ്ടോ? ഗാണ്ടു റോമൻ കാത്തലിക്സ് ഒരു ഗാർഡിയൻസ് ഉള്ള കാര്യം പുറത്തേക്ക് സംസാരിക്കാറുണ്ട്. നിങ്ങൾ തോൽവിയായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? വേസ്റ്റുകളായിട്ട് അധികഭാരമായിട്ട് ഭൂമിക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം തന്തയ്ക്ക് തള്ളയ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. തന്തയും തള്ളയും വേസ്റ്റ്, നിങ്ങളും വേസ്റ്റ്. നേരേക്ക് നീക്കാനെ തമ്മിൽ കൊല്ലിക്കുക. എന്തിനാണ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ജീവിച്ചിട്ട് എന്താ കാര്യം? പറയിപ്പിച്ച് പറയുക, വിഡിത്തം പറയിപ്പിക്കുക. ഒരു കാര്യം പേര് ഇങ്ങനെ പേര് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. ഉള്ള കാര്യം എല്ലാം വിപരീതം. വിഡ്ഢികൾ പലരും നിന്നെ പോലെയുള്ള വിഡ്ഢികളാക്കി വെച്ചിട്ടുണ്ടോ? വിഡ്ഢി പെർഫോമേഴ്സ്. അത് വിശ്വസിച്ച് വെച്ചിരിക്കുക ഫേക്കുകൾ. അത് പറയും ഇങ്ങനെയുള്ളൊരു ജീവിച്ചിട്ട് കാര്യമില്ല. വേസ്റ്റുകൾ എത്ര പെട്ടെന്ന് പോയി കിട്ടിയ ഭൂമിക്ക് തന്നെ സന്തോഷം. അല്ലാണ്ട് ഈ അമർ ചിത്രകഥ ആരാധിക്കണ, ജീവനില്ലാത്തതിനെ ആരാധിച്ച് നടക്കണ അത് മനസ്സിലാക്കുക. ഈ ഏതെങ്കിലും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്ന ഗുഡ്ക കാണ്ടുകൾ, ഹിന്ദി ഗുഡ്കകൾ, കന്നഡ കാണ്ടുകൾ, മലയാളി കോഴിക്കോടുള്ള കുണ്ടന്മാർ ആരെയും കോപ്പി ചെയ്യാൻ പോകുമോ? ആരെങ്കിലും ഇത് പറയുമോ? ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നിലനിർത്തിയിട്ട് എന്താ കാര്യം? ഭൂമിക്ക് അധികഭാരമായിട്ട് ഭൂമിക്ക് തന്നെ സന്തോഷമോ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇല്ലായ്മ ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ? എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ജീവിച്ചിട്ട് കാര്യം? വേസ്റ്റുകൾ തോൽവി മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. ഞാൻ ആരെയും പറപ്പിക്കാണ്ടൊക്കെ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഇങ്ങോട്ടില്ല. ഇത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കാനൊന്നും പോയിട്ടില്ല. മനുഷ്യരെ പോലെ കുറ്റം പറഞ്ഞ് നടക്കാനൊന്നും. അവൻ ക്ഷീണവൻ പാവ, അത് ആദിവാസിയാണ്, അത് എൻ്റെ മക്കൾ കൊണ്ടകളി കളിക്കേണ്ട സ്കൂളിൽ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളൊരു 5 മിനിറ്റ് നടന്ന് ടയേർഡായിട്ട് എ സിയിലിരിക്കണ പോലെയല്ല. ഞാൻ 23 കിലോമീറ്റർ നടന്നാലും പേസ് വെച്ച് നടന്നാലും എപ്പോഴായാലും എനിക്ക് ടയർഡ്നെസ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്നതോ തെറ്റും ഇതൊക്കെ ചെയ്യുന്നത്. ശികാരി ശംഭുവിനെ വരെ വേട്ടയാടികളെയും പിന്നെ ഡാക്കിനി മമ്മേനെയും മാജിക് മാലുവിനെയും എല്ലാ വക സ്ത്രീകളെയും രാജാക്കന്മാരും കുറേ പേരുള്ള രാജാക്കന്മാരും പല തോക്ക് വെച്ച് വെടിവെച്ച് മരിക്കണം, സ്വയം വെടിവെച്ച് എല്ലാവരും നശ്വരമായ എല്ലാത്തിനെയും അമർ ചിത്രകഥയിലത്തെ എല്ലാത്തിനും ആരാധിച്ചിരിക്കും. സ്തുതിക്കാനോ പറഞ്ഞാണ് ഇസഹാക്കിന് പകരം സാക്രിഫൈസ് ചെയ്തത് യേശുവ. എന്നിട്ട് അതിന് ഈ മനുഷ്യരെ മൂക്കും മെഷീനും ഒരുക്കി പണിത് കണ്ണും ഒക്കെ വരച്ച് പെയിൻ്റ് അടിച്ച് തന്നെ ആരാധിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് ഉത്തരവ് പറഞ്ഞിട്ടുള്ള സാങ്ഷനും കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. പിന്നെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ യേശു പരിസ്ഥിതിരാക്കുന്ന യേശുവാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മുഖത്തേക്ക് സംസാരിക്കറിയില്ല. ആരെ നിങ്ങൾ ഗാർഡെന്ന് ആരും വിളിക്കണം. നിങ്ങൾ സെക്യൂരിറ്റി ഹാരിസ് എന്നുള്ള സെയിം മീനിങ് ആണ്. ഗാർഡ് സൈലൻ്റായിട്ട് ഗാർഡ് വണ്ടി എന്നൊക്കെ പറയുന്നത്. അത് മുഖത്തേക്ക് സംസാരിച്ചോടെ. അപ്പോൾ അപ്പോഴുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാനുള്ളത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക, ഒബ്സർവേഷൻ അതിലൊക്കെ വരും. അപ്പോൾ അതിൽ പറയാം, ഞാനൊരു
നിങ്ങളൊരു 5 മീറ്റർ 1 മീറ്റർ കടന്ന് 1 മീറ്റർ നടന്നാൽ നിങ്ങൾ വീണ്ടും ക്ഷീണമായിട്ട് കടന്നുറങ്ങും. നിങ്ങൾക്ക് എ സി ഉണ്ടോ എന്ന് ഇവിടെ വരെ എത്തണമെന്നില്ല, റൂമിലുണ്ടോ എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു 350 കിലോമീറ്റർ 250 കിലോമീറ്റർ കാർ ഓടിക്കുകയാണെങ്കിലും പുറത്ത് ചൂട് കാറ്റുള്ളതുകൊണ്ടാണ് അകത്ത് എ സിയിലിടുന്നത്. അതിന് ഞാൻ എ സിയിൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതിൽ പേസ് വെച്ച് 110 കിലോമീറ്റർ MH ഹൈവേയിൽ പോകുമ്പോൾ ആ രീതിയിൽ പോകണം. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ പ്ലസൻ്റായിട്ട് കാര്യങ്ങളനുസരിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. 350 കിലോമീറ്റർ ബൈക്കിൽ പോകണമെങ്കിലും ഞാൻ ആരുടെ ഗൂഗിൾ മാപ്പും കോൺടാക്റ്റ് നടക്കണില്ല. ഇവിടുത്തെ വഴിയാണോ, എത്ര മേറ്റൂർ ഡാമിൻ്റെ ഷോർട്ട് കട്ടാണെങ്കിലും ഇതാണെങ്കിലും വാട്ടർഫാൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും വെള്ളം വിളിച്ചുകൊണ്ടെങ്കിൽ റോട്ടിൽ കൊണ്ട് വരുന്നുണ്ടെങ്കിലും അത് കടന്നു വരണോ, എത്ര കുത്തൊഴിച്ചിലുള്ള ചരൽ പിടിച്ച റോഡാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത റോഡാണെങ്കിലും എൻ്റെ കഥ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിന് ഗൂഗിൾ മാപ്പ് ഒന്നും സാധാ ഷർട്ടും പാൻറ്റും 3 മാസം അടിച്ചാൽ മതി. ഇടവിട്ട് ഒരു 350-450 കിലോമീറ്റർ യാത്രയാണെങ്കിൽ സാധാ ഷർട്ടും പാൻറ്റിട്ട് മഴ മുറിച്ച് മുഖത്ത് കൊള്ളുന്നുണ്ട്, അത് ഞാൻ വക വയ്ക്കണല്ലേ, ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നല്ലതിൽ ഇടിമിന്നലുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വരണം. അപ്പോൾ ഇപ്പോൾ എനിക്കത് നോക്കണ്ട, എത്ര കയറ്റം കയറാണെങ്കിലും ഗിയർ ഇട്ട് ഏത് മാറ്റാണെങ്കിലും ഇപ്പം പ്രാക്ടീസ് ഒന്നും വേണ്ട, സാധാ രീതിയിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കാം. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കാനൊന്നും പോയിട്ടില്ല. ഉള്ള കാര്യം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് തന്നെ, ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല. കുറ്റം പറഞ്ഞ് ഡിസ്കസ് ചെയ്യാനത് ക്ഷീണമാണ് പാവാന്ന്, അത് എന്തൊറ്റ ഇതാണ് നിങ്ങൾക്ക് ആ ക്ഷീണം, എന്തൊറ്റ നിങ്ങൾക്ക് രസം തോന്നണേ. സ്വന്തം സൂക്ഷിച്ച അവസ്ഥ പുറത്ത് കാണിക്കുക, എന്താ കാര്യം? അതുപോലെ എല്ലാം വിപരീതം ചെയ്യുന്നത് ഉത്തരവും സാങ്ഷനും തന്നിട്ടില്ല. അത് സ്തുതിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇസാക്കിന് പകരം ഈശോ സാക്രിഫൈസ് ചെയ്തു, അത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാതികളുടെ ആവശ്യമില്ല നിന്നൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും വെറുതേക്ക് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യരുത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമല്ലോ എന്താ ഇവിടെ നടക്കാൻ പോണേന്ന്. ഇപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ വരാണെങ്കിൽ ഒരു പുതിയൊരു ഭൂമി, പുതിയൊരു ആകാശം, അതിൽ ഓക്സിജൻ അത്രയും നിലനിൽക്കാനുള്ള മരുന്നും 300 വർഷം, അതിനൊക്കെ നിത്യജീവൻ എന്ന് പറയണം. 300 വർഷം ജീവിക്കാനും അതിനൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് വരുമ്പോൾ ഞങ്ങളത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല.